ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ 57ാമത് സിഹിയോൻ കൺവെൻഷൻ്റെ അവസാനത്തെ കടശി രാത്രി യോഗമാണ്. പ്രാർത്ഥനയോടെ ഇന്ന് ഈ വലിയ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കുന്ന എല്ലാവരെയും, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെയും, വിവിധ ഇടവകളിൽ നിന്ന് വന്ന പ്രിയപ്പെട്ട എല്ലാവരെയും വളരെ സന്തോഷത്തോടെ വേഗം വരുന്ന കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 2 രാത്രിയിലും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നാം കേട്ടതാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ ഓർപ്പിച്ചതുപോലെ വന്നു കേട്ടു മടങ്ങിപ്പോകുന്നവരായിട്ടല്ല, ജീവിതത്തിൽ ചില രൂപാന്തരങ്ങളും ക്രിയകളും സൃഷ്ടിക്കുവാൻ ദൈവമേ ഞങ്ങൾക്കിന്ന് ഇടയാക്കണമേ എന്നുള്ള വലിയ പ്രാർത്ഥനയോടും സമർപ്പണത്തോടും കൂടെ ഈ കടശി രാത്രി യോഗത്തിലായിരിക്കാൻ ഇടയാകണം. ഒന്നാമത്തെ രാത്രി സ്തേഫാനോസിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നാം കേട്ടതാണ്. ഇന്നലെ ബഹുമാനപ്പെട്ട മൂത്തി വർഗീയച്ചനിലൂടെ ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ നിന്ന് ആദ്യത്തെ 10 വാക്യങ്ങളിലൂടെ നാം കടന്നുപോയി. അച്ഛൻ തന്നെ നമ്മെ ഓർപ്പിച്ചതാണ്. ഒരു പോയിന്റ് മാത്രമേ ഇന്നലെ പറഞ്ഞുള്ളൂ. എന്നാൽ ഇനി അതിനകത്ത് 4 പ്രധാനപ്പെട്ട ചിന്താവിഷയങ്ങളുണ്ട്. നമുക്കൊന്നിച്ച് പ്രാർത്ഥനയോടിരിക്കാൻ. ദൈവമേ, ആ 4 കാര്യങ്ങളും ഇന്ന് ഞങ്ങൾക്ക് കേൾക്കാൻ ഇടയാകണം. അല്ലെ പിന്നെ ഒരു ദിവസം കൂടെ അച്ഛനെ വിളിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛൻ ഇന്ന് ഈ ദിവസങ്ങളിൽ 2 ദിവസവും വളരെ സന്തോഷത്തോടെ നമ്മുടെ മധ്യത്തിൽ ഏറെ പുഞ്ചിരിയോടെ എത്ര അർത്ഥവത്തായി അനുഗ്രഹത്തോടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം അതിൻ്റെ എല്ലാ ഉണ്മയോടും കൂടെ നമുക്ക് കേൾപ്പിച്ചു തരുന്നു. നമുക്കിന്നും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇന്നത്തെ വചനം എന്നോടായിരിക്കണമേ, എൻ്റെ ജീവിതത്തിന് രൂപാന്തരത്തിനായിരിക്കണമേ. എവിടെ എനിക്ക് മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. 1-ാമത്തെ പോയിന്റ് നമ്മളെ ഓർപ്പിച്ചതാണ് താഴ്മയുടെ വലിയ ഭാവം. ഇന്ന് നമുക്ക് ചിന്തിക്കാനായിട്ടിടയാകും. ദൈവമേ, അനുഗ്രഹമാകണമേ. 57ാമത് സിഹിയോൻ കൺവെൻഷൻ ഞങ്ങളുടെ ജീവിതത്തിലൊരു മഹായോഗമാക്കി മാറ്റണേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്കൊന്നിച്ചായിരിക്കാം. ഇന്ന് നമ്മോടുകൂടെ ഏറ്റവും ബഹുമാനപ്പെട്ട ഐസക് പി കുര്യനച്ഛൻ നമ്മുടെ കൂടെ വന്ന് സംബന്ധിക്കുന്നു. ഏറെ സന്തോഷം. അച്ഛനെ, ബഹുമാനപ്പെട്ട അച്ഛനെ വളരെ സന്തോഷത്തോടെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. വചന കേൾവിക്കായിട്ട് നമുക്കൊരുങ്ങാം. അതിനായിട്ട് ബഹുമാനപ്പെട്ട മൂത്തി വർഗീയച്ഛനെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവവചനത്തിൻ്റെ സന്തോഷം, സ്വസ്ഥത അനുഭവിപ്പാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയും. പെണ്ണ് കിട്ടാത്ത ഐസക്കച്ചനോടും പെണ്ണ് കിട്ടിയ ഐസക്കച്ചനോടും ചേർന്ന് ഈ രാത്രി സന്തോഷം അനുഭവിപ്പാനിടയാക്കിയതോർത്ത് ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു എന്ന് ഞാനങ്ങ് പറയുക. പ്രിയ ഐസക്കച്ചൻ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചപ്പോൾ 2 കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു. ഒന്ന്, രൂപാന്തരപ്പെടുക, രൂപപ്പെടുക. ഇത് രണ്ടും ഒന്നാണോ എന്ന് ചോദിച്ചാൽ ഒന്നല്ല. എന്നാൽ അവ തമ്മിൽ ബന്ധമുണ്ട് താനും. ഇസ്രായേൽ മക്കളെ 40 വർഷം ദൈവം മരുഭൂമിയിലൂടെ രൂപപ്പെടുത്തുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ അടിമകളായിരുന്ന ഒരു കൂട്ടം മനുഷ്യരെ ദൈവജനമാക്കി രൂപപ്പെടുത്തുക. ഇതാണ് നമ്മൾ പറഞ്ഞ. അതിന് 1 വർഷമോ 2 വർഷമോ ഒന്നും അല്ല, 40 വർഷത്തെ ഫോർമേറ്റീവ് പീരീഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം, അല്ലേ? സോ 40 years ഓഫ് ഫോർമേറ്റീവ് പീരീഡ് ഇൻ ദ വിൽഡർനെസ്. നമ്മൾ ഇന്നലത്തെയും ഇന്നത്തെയും ധ്യാനത്തിന് പൊതുവായി കൊടുത്ത ഒരു വിഷയം റെക്കൺസിലിയേഷൻ വിത്ത് ടൈം. ഇച്ചിരൂടെ കുറയ്ക്കട, ഇത് വല്ലാതെ എക്കോ.
വല്ലാതെ മുഴങ്ങുന്നു. അല്ലേ തന്നെ എൻ്റെ ശബ്ദം വൃത്തികെട്ട ശബ്ദം അതിൻ്റെ കൂടെ. എന്താണ് സമയവുമായി അനുരഞ്ജനപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? വളരെ വിശദമായി ഇന്നലെ നിരവധി ഉദാഹരണങ്ങളിലൂടെ എന്താണ് സമയവുമായി അനുരഞ്ജനപ്പെടുക എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് എന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചു. അതിന് നമ്മൾ കുട്ടികളുടെ ഉദാഹരണം മുതൽ, അതായത് നമുക്കൊരു ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി കുറയുന്ന സമയത്ത് നമ്മൾ അസ്വസ്ഥരാകുന്നു, അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് എന്തെങ്കിലും നോക്കുന്ന സമയത്ത് അതിങ്ങനെ വല്ലാതെ ബഫർ ചെയ്യുമ്പം നമ്മൾ വല്ലാതെ അസ്വസ്ഥരാകുന്നു, കാരണം സ്പീഡ് കുറവാണ്. ബസ്സിൽ കയറുമ്പോൾ ബസ് വളരെ പെതുക്കെ പോകുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകും. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പല സ്ഥലത്തും ട്രെയിൻ പിടിച്ചിടുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകുന്നു. വേഗത കുറയുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകും. ഇത് അതിൻ്റെ മറ്റൊരു ആത്മീയ തലമാണ്. മർത്തോമായിലോ അല്ലെങ്കിൽ പെന്തക്കോസ്തിലോ അല്ലെങ്കിൽ യാക്കോബായിലോ നമ്മൾ ഏത് സഭയിലാണോ നിൽക്കുന്നത്, അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ ആഗ്രഹിക്കുന്ന വേഗത്തിൽ നടക്കാതെ വരുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകും. കാരണം എല്ലാവരുടെയും പ്രശ്നം സ്പീഡാണ്. കോട്ടയത്ത് ആദാമിൻ്റെ ചായക്കട എന്ന് പറഞ്ഞൊരു ചായക്കടയാണ്. അപ്പോൾ ചോദിക്കും, ഹൗവായുടെ ഇല്ലേ? അത് വൈകാതെ അവർ തുടങ്ങുന്നുണ്ട്. ഒരു ദിവസം ഞാനും എൻ്റെ ഒരു സ്നേഹിതനും കൂടെ എവിടെയോ കൺവെൻഷൻ കഴിഞ്ഞ് ഇങ്ങനെ വരികയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് എവിടുന്നെങ്കിലും ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ പയ്യൻ എന്നോട് പറഞ്ഞു, നമുക്ക് ആദാമിൻ്റെ ചായക്കടയെന്ന് കഴിക്കാം. അപ്പം അത് തുടങ്ങിയ സമയമായതുകൊണ്ട് അതിൻ്റെ അകത്ത് കുറച്ച് കൗതുകമുണ്ടല്ലോ, ആയിക്കോട്ടെ എന്ന് കരുതി ഞങ്ങളൊരു 9:30 ആയപ്പോൾ കോട്ടയത്ത് നമ്മുടെ കാരിത്താസിനടുത്ത് എത്തി. ആദാമിൻ്റെ ചായക്കടയിൽ കയറി കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ ആ പുള്ളി എന്തോ പറഞ്ഞു, ഞാൻ ചിക്കൻ്റെ എന്തോ ഒരു കോമ്പിനേഷൻ പറഞ്ഞു, പുള്ളി വേറെ എന്തോ പറഞ്ഞു. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ വന്ന് പറയുക, ചിക്കൻ ഇല്ല. പിന്നെ ഇത് ആദ്യം പറഞ്ഞാൽ പോരെ? പിന്നെ എന്തോ ഉണ്ട്, മട്ടനാണെങ്കിൽ തരാം. ആയിക്കോട്ടെ. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പറയാ, മട്ടനില്ല. സത്യമായിട്ട് വന്നാരപ്പോൾ അവിടെ ഒരു ഒലക്ക ഉണ്ടായിരുന്നെങ്കിൽ. കാരണം വിശന്ന് കുടൽ കരിഞ്ഞു വന്നിരിക്കുക. നമ്മൾ ഓർഡർ ചെയ്താൽ നമുക്ക് ഉടനെ കിട്ടണം, എനിക്ക് വെയിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇത് നമ്മുടെ കുട്ടികളുടെ സ്വഭാവമോ ചെറുപ്പക്കാരുടെ സ്വഭാവമോ മാത്രമല്ല, ഇതൊരു ആത്മീയ പ്രശ്നം കൂടെയാണ്. റോഡിൽ നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പം ചില സ്ത്രീകളുണ്ട്, അവർക്കെനിക്ക് തോന്നുന്നത് റവന്യൂ ഉദ്യോഗസ്ഥരാന്ന് തോന്നുന്നു. അവർ ആ നടുക്കത്തെ, റോഡിൻ്റെ നടുക്കത്തെ ആ വെള്ള വരയെ കൂടെ പോകത്തും, അത് നോക്കിപ്പോവും. നമുക്ക് പോയിട്ട് പല കാര്യങ്ങളുണ്ട്, ഈ പുള്ളിക്കാരി അതിൻ്റെ നടുക്കൂടെ. ഇത് ഇത്രയും നന്നായിട്ട് ഡ്രൈവിംഗ് ക്ലാസ്സിൽ ടെസ്റ്റിൻ്റെ സമയത്ത് ഓടിച്ചിരുന്നെങ്കിൽ എത്ര നല്ല. അന്നേരം ഇപ്പോൾ വേണ്ടാത്തടത്തോടൊക്കെ പോകും. ലൈസൻസ് കിട്ടിക്കഴിയുമ്പോഴും നടുക്കൂടെ പോകും. നമുക്ക് ദേഷ്യം വരും, കാരണം എത്ര നേരമാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ എവിടെ നോക്കിയാലും ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ വേഗതയാണ് നമ്മുടെ പ്രശ്നം. കാരണം നമുക്ക് സമയവുമായി അനുരഞ്ജനപ്പെടാൻ കഴിയുന്നില്ല. ഇതിൻ്റെ മറ്റൊരു രസകരമായ കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ ആളുകൾക്ക് ഈ നരയ്ക്കുന്നത് ഇഷ്ടമല്ല. എന്താ കാര്യമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ ഡൈ ചെയ്യും. എന്തിനാണ്? 70 വയസ്സായി, ഇനി എന്തിനാ ഡൈ ചെയ്യുന്നത്? ഇനി അങ്ങ് ഡൈ ചെയ്താൽ പോരെ? കാരണം ഇത്
പ്രായമായാൽ എന്തു ചെയ്യും? മുടി നരയ്ക്കും. പ്രായമാകുന്നു എന്നത് സമയമാണ്, നമ്മുടെ ആയുസ്സിൻ്റെ ഒരു അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. ചിലരൊക്കെ ഡൈ അടിച്ചു വരുന്ന കണ്ടാൽ ഏതോ ചട്ടി വീണതുപോലെ. കാരണം മുഖത്തെ ചുളിവും മുടിയുടെ നിറവും തമ്മിൽ ഒട്ടും സിങ്കാവുന്നില്ല. എന്തിനാ ഡൈ അടിക്കുന്നത്? പ്രായമായ മുടി നരയ്ക്കും. അപ്പം നമ്മൾ എവിടെ നോക്കിയാലും നമ്മുടെ പ്രശ്നം നമുക്ക് സമയവുമായി റെക്കൺസൈൽ ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു ദർശന പരിസരത്ത് നിന്നുകൊണ്ടാണ് 40 വർഷം എന്ന ഒരു വലിയ സമയം, ഇത്രയും നീണ്ട ഒരു സമയകാലം അല്ലെങ്കിൽ ഇത്രയും നീണ്ട ഒരു കാലം അതിനോട് പൊരുത്തപ്പെടാൻ ഇസ്രായേൽ മക്കൾക്ക് കഴിയുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ സമയവുമായി അനുരഞ്ജനപ്പെടാൻ കഴിയാത്തത്? കാരണം ലക്ഷ്യസ്ഥാനത്ത് കനാൻ നാട്ടിലെത്താൻ 1 വർഷം മതി. 1 വർഷം കൊണ്ട് എത്തേണ്ട ദൂരം 40 വർഷം വൈകുമ്പോൾ ആരായാലും അസ്വസ്ഥരാകും. അതുകൊണ്ട് മനസ്സ് നിറയെ ദൈവത്തോട് ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെയാണ്. ഈ ഒരു മനസ്സുമായി വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കരുത് എന്നാണ് ആരാഗ്രഹിക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദൈവം പറയുകയാണ്, എന്താണ് ഈ 40 വർഷം സംഭവിച്ചത്? അത് ഒരു രൂപപ്പെടലിൻ്റെ കാലമായിരുന്നു. എന്ത് രൂപപ്പെടൽ? വെറും അടിമകളായിരുന്ന നിങ്ങളെ ആരാക്കി മാറ്റണം? ദൈവജനമാക്കി മാറ്റാൻ ദൈവത്തിന് എത്ര വർഷം വേണ്ടി വന്നു? 40 വർഷം വേണ്ടി വന്നു. അത് ദൈവത്തിൻ്റെ കഴിവില്ലായ്മയല്ല, നമ്മൾ മനുഷ്യരായതുകൊണ്ട് പല കാര്യങ്ങളും ശീലിച്ചെടുക്കാൻ കുറേ സമയമെടുക്കും. ദൈവത്തിൻ്റെ മക്കളാവുക എന്ന ആ ഒരു ശീലം, ആ ഒരു ശരീരഭാഷ 40 വർഷം കൊണ്ട് ദൈവം ഇസ്രായേൽ മക്കളെ പരിശീലിപ്പിച്ചെടുക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ആകുമ്പോൾ, ഇപ്പോഴത്തെ പുള്ളിയെക്കുറിച്ചല്ല, നല്ല പ്രസിഡന്റുമാരുള്ള സമയത്തെ കാര്യമാണ് പറയുന്നത്. ഈ ഒരാൾ അമേരിക്കൻ പ്രസിഡന്റ് ആകുമ്പോൾ അദ്ദേഹത്തിന് ചില ട്രെയിനിങ് കൊടുക്കും. അതെന്താണെന്ന് ചോദിച്ചാൽ, എങ്ങനെ നടക്കണം, എങ്ങനെ മനുഷ്യരോട് സംസാരിക്കണം, നടക്കുമ്പോൾ ചെസ്റ്റ് നിവർത്തി നടക്കണം, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കേണ്ടത് എങ്ങനെയാണ്, എങ്ങനെ ഒരു അമേരിക്കൻ പ്രസിഡന്റിൻ്റെ നമുക്ക് പിന്നെ ഇതൊന്നും ആവശ്യമില്ലല്ലോ. ഭായിയോ ബഹനോ മേരെ പ്യാരെ ദേശവാസിയോ, ഇത്രയുണ്ടേ കാര്യം നടന്നു. അതുകൊണ്ട് 430 കൊല്ലത്തെ അടിമയുടെ ശരീരഭാഷ മാറി ഒരു ദൈവ പൈതലിന് ചേർന്ന ശരീരഭാഷ, ഒരു ബോഡി ലാംഗ്വേജ്, ഇത് ഇസ്രായേൽ മക്കളെ പരിശീലിപ്പിക്കുകയാണ്. അതിനാണ് 40 വർഷമെടുത്ത്. പക്ഷേ ഇത് വല്ലതും അവർക്ക് മനസ്സിലാവുമോ? മനസ്സിലാവത്തു. അപ്പോൾ ദൈവം അവരോട് പറയുകയാണ്, ഞാൻ എന്തിനാണ് ഇത്രയും സമയം മരുഭൂമിയിൽ നിങ്ങളെ നടത്തിയത്? ഒന്നാമത് അവരോട് പറഞ്ഞത്, നിങ്ങളെ എന്തുള്ളവരാക്കണം? നിങ്ങളെ താഴ്മയുള്ളവരാക്കണം. പക്ഷെ താഴ്മ എന്നത് അപകർഷതാബോധത്തിൽ നിന്നുണ്ടാകുന്ന താഴ്മയല്ല. ഞാനത് ഇന്നലെ വിവിധ ഉദാഹരണങ്ങളിലൂടെ ഉണർന്നിരുന്നവരോടും ഉറങ്ങിയവരോടും ഒക്കെ ഞാനത് എന്ത് ചെയ്തു? വിശദീകരിച്ചു. 2 തരത്തിലുള്ള വിനയമുണ്ട്. ഒന്ന്, എനിക്ക് കഴിവില്ല, എനിക്ക് ബുദ്ധിയില്ല, എനിക്ക് സൗന്ദര്യമില്ല, പണമില്ല, നല്ല ജോലിയില്ല, അല്ലെങ്കിൽ എൻ്റെ തൊലിയുടെ നിറം അത്ര നല്ലതല്ല എന്നൊക്കെ കരുതി മറ്റുള്ളവരെക്കാൾ ഞാൻ മോശക്കാരനാണെന്ന് കരുതി ആർക്കും മുഖം കൊടുക്കാതെ മറഞ്ഞിരിക്കുന്ന, മാറിയിരിക്കുന്നതിനല്ല എന്തെന്ന് പറയുന്നത് താഴ്മ. അത് അപകർഷതാബോധമാണ്. അത് മാറണം.
കാരണം 430 കൊല്ലം അടിമകളായിരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്നൊന്നും അവരുടെ മനസ്സിലെ അപകർഷതാബോധം മാറില്ല. അത് മാറ്റി അവർക്ക് വേണ്ടത് മക്കൾക്ക് ചേർന്ന വിനയമാണ്. എന്താണ് മക്കൾക്കു ചേർന്ന താഴ്മയും അടിമയുടെ താഴ്മയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇന്നലെ നമ്മളത് വിശദീകരിച്ചത് കൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. രണ്ടാമത് ദൈവം മോശയിലൂടെ തൻ്റെ ജനത്തോട് പറയുക, നിങ്ങളെ എന്തിനാണ് 40 കൊല്ലം നടത്തിയത്? എന്തുകൊണ്ട് ഈ 40 കൊല്ലത്തോട് നിങ്ങൾ റെക്കൺസൈൽ ചെയ്യണം? രണ്ടാമത് പറയുന്നത്, നിങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്നത് എന്താണെന്ന് അറിയണം. അല്ലേ? എപ്പോഴാ നമ്മുടെ ഹൃദയത്തിലിരിക്കുന്നത് എന്താണെന്ന് അറിയുന്നേ? എപ്പോഴാ? പറഞ്ഞാട്ടെ. നമുക്കിഷ്ടമില്ലാത്ത, ഇപ്പം നമ്മളെല്ലാം ഈ അന്യഭാഷ പറയാൻ പറ്റുന്നില്ല എന്നതിൽ വലിയ ദുഃഖമുള്ളവരാ. കമ്മിറ്റി കൂടുമ്പോൾ പിന്നെ എന്തോ ഈ പറയുന്നത്? പൊതുയോഗത്തിൽ എന്തോ ഈ പറയുന്നത്? നമുക്ക് ഇഷ്ടമില്ലാത്ത, നമുക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ളത് മുഴുവൻ പുറത്തോട്ട് വരും. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ടു നോ വാട്ട് ഈസ് ഇൻ യുവർ ഹാർട്ട്. ഇത് ഇസ്രായേൽ മക്കൾ പല സന്ദർഭത്തിൽ പറഞ്ഞു. ഉദാഹരണത്തിന്, അവർക്ക് വിശന്നു, കുറച്ചു നേരമായിട്ട് അവർ വിശന്ന് അവരുടെ ക്ഷമ കിട്ടും. അപ്പോൾ അവർ പറയുക, നീ ഞങ്ങളെ കൊല്ലാനാണോ മരുഭൂമിയിലോട്ട് കൊണ്ടുവന്നത്? അവിടുത്തെ മിസ്രൈമിലെ ഒലത്തിയ ബീഫ്, അത് മതിയായിരുന്നു, നീ എന്തിനാ ഞങ്ങളെ കൊണ്ടുവന്നേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. പാലും തേനും ഒക്കെ ഒഴുകുന്ന ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോവുക. പക്ഷേ ഇവർക്കിപ്പോഴും ആരായിരുന്നാ മതി? അടിമയായിരുന്നാ മതി. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഇവർക്ക് ദൈവമക്കളായി ജീവിക്കണോ? ഇടയ്ക്കിടയ്ക്ക് അവർ പറയുന്നു, ഞങ്ങൾക്ക് എവിടെ പോയാൽ മതി. ഇതിവർ ഒരു സന്ദർഭത്തിലല്ല, ഇസ്രായേൽ മക്കൾ എപ്പോഴെല്ലാം മോശയോട് പിറുപിറുത്തിട്ടുണ്ടോ അപ്പോഴെല്ലാം അവർ പറഞ്ഞത്, ഇതിലും ഭേദം, ഈ ബോറടിക്കുന്നേ എന്തുവാ, എന്നും മന്നായും കാടപ്പക്ഷി മന്നായും, പിറ്റേ ദിവസം മന്നായും, കഴിച്ച് അങ്ങ് കുഴഞ്ഞ്. അവർ പറയാ, ഇതിലും ഭേദം ഒരു വെറൈറ്റി ഇല്ല ഇവർക്ക്. കാരണം അടിമയായിരുന്നത് ഒരു സുഖമായി ഇവർക്ക് തോന്നി. അവർക്ക് അടിമയായിരുന്നാൽ മതി. അപ്പോൾ ഇവരുടെ ഹൃദയത്തിലിരിക്കുന്നത് എന്താണെന്നറിയാൻ, ഇവർ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ടോയെന്നറിയാൻ ദൈവം ഇവരെ പലതരത്തിലുള്ള പരീക്ഷകൾക്കും വിധേയരാക്കി. അപ്പോൾ ദൈവം മോശയോട് പറയുകയാണ്, എന്തിനാണ് 40 കൊല്ലം നിങ്ങളെ ഇങ്ങനെ നടത്തിയത്? നിങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്നത് അറിയണം. 2 പേർ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ അത്രയും നാൾ നമ്മൾ ഈ ഛർദ്ദിക്കുക എന്ന് പറയും. ഈ ഛർദ്ദിക്കുമ്പോഴുള്ള നിങ്ങൾ അങ്ങനെ അത് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. ഈ ഛർദ്ദിലിൻ്റെ പ്രത്യേകത എന്താ? ഛർദ്ദിച്ചിട്ടുണ്ടോ? ഉണ്ടോന്ന്? ആ ഛർദ്ദിലല്ല ഞാൻ ഉദ്ദേശിച്ച, വേറെ ഛർദ്ദില, പുരുഷന്മാരുടെ ഛർദ്ദില.
എന്താ അതിൻ്റെ പ്രത്യേകത? എന്തെങ്കിലും കഴിച്ച് അത് ദഹിക്കാതെ വയറ്റിൽ കിടന്നാൽ അതെന്തു ചെയ്യും? ഛർദ്ദിക്കുമ്പം ഉള്ളിൽ ദഹിക്കാതെ കിടക്കുന്നത് മുഴുവൻ പുറത്തു വരും. വഴക്കെന്ന് പറഞ്ഞാലും ഒരു തരം ഛർദ്ദില. കാരണം 1947 പറഞ്ഞത് മുതൽ ദഹിക്കാതെ പലത് കിടപ്പുണ്ട് അല്ലേ? രണ്ടു പേർ തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ ആദ്യം പിത്തരസമൊക്കെ വരും, പിന്നെ ബീഫ്, ചിക്കൻ എന്ന് പറഞ്ഞ് ഉള്ളിൽ എന്തെല്ലാം ദഹിക്കാതെ കിടപ്പുണ്ടോ അത് മുഴുവൻ പുറത്തോട്ട് വരുന്ന ഒരു പരിപാടിയുടെ പേരാണ് ഛർദ്ദി. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ, മക്കളും അമ്മയും തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ നിങ്ങളൊരു 5 കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യമായിരിക്കും. അതെന്തു ചെയ്യും? അത് എപ്പോഴെല്ലാം വഴക്കുണ്ടാക്കുന്നോ അപ്പോഴെല്ലാം ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ കയറി വരും. ശരിക്കും വഴക്കുണ്ടാക്കിയത് എന്തിനായിരുന്നു? വേറെ ചില കാര്യത്തിനാണ്. പക്ഷെ അവസാനം പുറത്തോട്ട് വരുന്നതോ? അപ്പം ഇത് തന്നെയാണ് ടു നോ വാട്ട് ഈസ് ഇൻ യുവർ ഹാർട്ട്. നിങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്നത് എന്താണ് എന്നറിയണമെന്ന് ചോദിച്ചാൽ ദൈവം പറഞ്ഞ പല കാര്യങ്ങളും ഇവർക്ക് ഇതുവരെയും ദഹിച്ചിട്ടില്ല. ഇംഗ്ലീഷിൽ നമ്മൾ സ്റ്റൊമക്ക് എന്ന് പറഞ്ഞാൽ ആമാശയമെന്നാണ്. എന്നാൽ അതൊരു ക്രിയാരൂപമായി വരികയാണെങ്കിൽ നോട്ട് യെറ്റ് സ്റ്റൊമക്ഡ്, ഇതുവരെ ദഹിക്കാതെ കിടക്കുന്നതെന്നും അതിനൊരർത്ഥമുണ്ട്. അപ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിലുള്ള ദഹിക്കാതെ കിടക്കുന്ന കാര്യങ്ങളെല്ലാം എന്തു ചെയ്യും? പുറത്തോട്ട് വരും. നീ എൻ്റെ ചക്കരയാണ്, നീ എൻ്റെ ഡാർലിംഗ് ആണ് എന്നൊക്കെ പറയും. പക്ഷേ നമുക്കിഷ്ടമില്ലാത്ത, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന അച്ചായന്മാർ, ഈ ലൈവ് ആയതുകൊണ്ട് എല്ലാ ഉദാഹരണവും പറയാൻ പറ്റത്തില്ല. ലൈവല്ല എന്നാലും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന പിള്ളേർ, അല്ലെ ഇപ്പം നമ്മുടെ എബി ഇന്ന് കഴിഞ്ഞ പുള്ളി പുറത്ത് നിന്നാ കേട്ടോ, അപ്പോൾ ഇതകത്ത് ആദ്യമായിട്ടിരുന്നാൽ. അപ്പോൾ എബിക്ക് 2 പെൺകുട്ടികളാണെന്നാണ് ഇന്നലെ എന്നോട് പറഞ്ഞ്. ഇതിനകത്ത് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്നാളി വേറെ 2 പിള്ളേരെ കാണിച്ചിട്ട് പറഞ്ഞു ഇതെൻ്റെ പിള്ളേരാന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് വീട്ടിൽ ചെന്നപ്പം ഇന്നലെ കാണിച്ചത് 2 പെൺപിള്ളേരാണ്. അപ്പം ഒരു 6 മാസം അല്ലെങ്കിൽ 1 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ ഇങ്ങനെ എടുക്കുക. ഭാര്യ പറഞ്ഞു, എബിച്ച പിടി ട്രോഫി ഇരിക്കട്ടെ. അപ്പം നമ്മളിങ്ങനെ ഒന്നീ പുള്ളിക്കാരി തുണി അലക്കാൻ പോകുന്നു, അല്ലെങ്കിൽ കുളിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ വീട്ടിലെ എന്തെങ്കിലും മറ്റ് പണികൾ ചെയ്യുന്നു. അപ്പം നമ്മളിങ്ങനെ കുഞ്ഞിനെ, അപ്പം നോക്കിയിട്ട് പറയും എൻ്റെ മൂക്ക, എൻ്റെ കണ്ണ, എന്നെ പോലെ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ അഭിമാനപൂരിതനായിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കൊച്ച് അതിൻ്റെ തനി സ്വഭാവം കാണിക്കുന്നത്. അപ്പോൾ എബി എന്തു ചെയ്യും? ഉടനെ ഭാര്യയെ നീ പിടിച്ചു, ഇത് നിനക്ക് തന്നെ. കാരണം എന്താ? സ്നേഹമാണ്, സന്തോഷമാണ് അപ്പിയിടുന്നത് വരെ. അതിട്ട് കഴിയുമ്പം ഇത് നിനക്ക് തന്നെ. പിന്നെ പുള്ളിയെ കാണുന്നത് സ്ത്രീധനം വാങ്ങിക്കുന്ന സമയത്താണ്, ഇതിൻ്റെ ഇടയ്ക്ക് കാണത്തില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ കുഞ്ഞാണ്, ചക്കരയാണ്, പൊന്നാണെന്ന് പറഞ്ഞതിൻ്റെ അകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ആണ്. പറഞ്ഞതൊക്കെ സത്യമാണെങ്കിലും ചില കാര്യങ്ങൾ വരുമ്പോൾ നമുക്കങ്ങോട്ട് സ്റ്റൊമക്ക് ചെയ്യാൻ പറ്റത്തില്ല. മരണ വീട്ടിൽ ചെല്ലുമ്പോഴോ ഞങ്ങളുടെ അച്ചാനെ കൊണ്ടുപോയില്ലേ, ഞാനും കൂടെ വരുന്നു എന്ന് പറയും. നമ്മളെന്താ ഊട്ടിക്ക് പോകണം? അല്ലല്ലോ, ഞാനും വരുന്നു എന്ന് പറയും. അപ്പോൾ ആ അച്ഛൻ അങ്ങ് തീരുമാനിക്കുക, എന്നാൽ പിന്നെ ഇത് ഇവിടെ ഇരിക്കട്ടെ, ഒരാഴ്ച കഴിഞ്ഞ് വരാം. എന്തോ പറയും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞങ്ങളുടെ അച്ചാനെ കൊണ്ടുപോയില്ലേ എന്ന് പറഞ്ഞ് കരയുന്നു. എന്നാൽ ഇത് ഇവിടെ ഇരിക്കട്ടെ, അടുത്ത ആഴ്ച വരാം എന്ന് അച്ഛൻ പറഞ്ഞാൽ വീട്ടുകാരെന്തു പറയും? എൻ്റെ ഒരു തമാശ പറഞ്ഞ അച്ഛൻ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കണോ? ഭയങ്കര സ്നേഹമാണ്, പക്ഷെ ഒരാഴ്ച വെക്കാനൊന്നും
ഉണ്ടോ ഇല്ലയോ? ഇല്ല. നമ്മൾ ഇങ്ങനെയൊക്കെ പറയും, പക്ഷേ നമ്മൾ പറയുന്നത് പോലൊന്നും എന്തില്ല, ഉള്ളിലില്ല. എനിക്കൊരു അമ്മച്ചി അറിയാം. ഞാൻ ഇരുന്ന ഒരു പള്ളിയിൽ ഭയങ്കര വിശ്വാസമുള്ള അമ്മച്ചിയാണ്. അമ്മച്ചി പ്രാണപ്രിയ, പ്രിയ യേശു എന്നൊക്കെ പറഞ്ഞ് അമ്മച്ചി പ്രാർത്ഥിക്കുമ്പം എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ അമ്മച്ചിയുടെ വിശ്വാസത്തിൻ്റെ പകുതി പോലും എനിക്കില്ലല്ലോ. എനിക്ക് ആ അമ്മച്ചിയെ ഭയങ്കര ഇഷ്ടവും ബഹുമാനവും ഒക്കെ. ഈ അമ്മച്ചിക്ക് നെഞ്ചിന് വേദന വന്ന് ആശുപത്രിയിലായി. ഞാൻ ഈ അമ്മച്ചിയെ കാണാൻ ആശുപത്രി ചെന്നു. അപ്പോൾ നിങ്ങൾ കമ്മിറ്റി കാണിക്കുന്ന അവർ ചെയ്യുന്നുള്ളതേ ഉള്ളൂ, ആ പിള്ളേരെ വിട്ടേരാ അതിനകത്ത്. അതൊന്നും എന്നെ നിങ്ങൾ വിഷമിക്കണ്ട, കുഞ്ഞുങ്ങളല്ലേ, അവർ സന്തോഷമായിട്ട് അവിടെ ഇരുന്നോട്ട്. എനിക്കതൊരു പ്രശ്നമല്ല. അപ്പോൾ അവരവിടെ അമ്മച്ചിയെ കാണാൻ ഞാൻ ചിലപ്പോൾ അങ്ങോട്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് കയറി ചെന്നപ്പം അവിടെ കാർഡിയോളജിസ്റ്റ് മർത്തോമാക്കാരനാണ്. എന്നെ അച്ഛാ ഇവിടെ. ഇപ്പം ഞാൻ പറഞ്ഞു, ഇന്നപോലെ എൻ്റെ പള്ളിയിൽ ഒരു അമ്മച്ചിയുണ്ട്, അമ്മച്ചിക്ക് നെഞ്ചിന് വേദന വന്നു, അമ്മച്ചിയെ കാണാൻ വന്നതാ. എന്നിട്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ അമ്മച്ചിയെ നല്ലപോലെ നോക്കിക്കോണം, ഞങ്ങളുടെ പള്ളിയിൽ ഏറ്റവും പ്രത്യാശയുള്ള ഒരു അമ്മച്ചിയാണ്. അമ്മച്ചിക്ക് ആകെയുള്ള ദുഃഖം കർത്താവ് വരാൻ താമസിക്കുന്നു എന്നുള്ള ഒറ്റ ദുഃഖമേ ഉള്ളൂ. ഇതൊഴിച്ചു കഴിഞ്ഞാൽ അമ്മച്ചി ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ ഈ ഡോക്ടർ അങ്ങ് ചിരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടറെ തള്ളിയതല്ല, സത്യമായിട്ടും ഈ അമ്മച്ചിക്ക് ഭയങ്കര വിശ്വാസം. വീണ്ടും ഈ ഡോക്ടർ ചിരിച്ചു. അപ്പം ഞാൻ വെച്ചാൽ അതെന്തിനാ ചിരിക്കുന്നേ? ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഞാൻ സത്യമായിട്ട് പറഞ്ഞ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എൻ്റെ അച്ഛ, ഈ അമ്മച്ചിക്കാണോ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ECGയിൽ എങ്ങാണ്ട് ഒരു ചെറിയ വേരിയേഷനേ ഉള്ളൂ. ഈ ആശുപത്രി അമ്മച്ചി പൊളിച്ചടിക്കുക, ഇപ്പം ചാകുമേ, ഞാനിപ്പം ചാകുമേ, ഞാനിപ്പം ചാകുമേ. എല്ലാവർക്കും സ്വർഗത്തിൽ പോകണം, ആദ്യം ആർക്ക് പോകണമെന്ന് ചോദിക്കുമ്പോഴാണ് പ്രശ്നം. സ്വർഗത്തിൽ പോകേണ്ടവരെല്ലാം കൈവക്കാൻ പറഞ്ഞാൽ എല്ലാവരും വെക്കും. ആദ്യം ആർക്ക് പോകണം? എന്താ കാര്യം? അപ്പം ശരിക്കും ഒരു പ്രയാസമുള്ള ഒരു ഘട്ടത്തിലൂടെ കടത്തി വിടുമ്പോഴാണ്, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ടു നോ വാട്ട് ഈസ് ഇൻ യുവർ ഹാർട്ട് എന്നത് മാറ്റി ടു നോ യുവർ മെറ്റൽ. ദൈവം ചില പരീക്ഷണങ്ങളിലൂടെ നമ്മളെ കടത്തിവിടുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മൾ പറയുന്നത് പോലെ ശരിക്കും ഉള്ളിലുണ്ടോ എന്നറിയാനാണ്. പ്രതിസന്ധികളും അനുകൂലമല്ലാത്ത കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് ഉള്ളിൽ അത് ദൈവത്തെക്കുറിച്ചാണെങ്കിലും ശരി ദഹിക്കാതെ കിടക്കുന്നതെല്ലാം പുറത്തോട്ട് വരും. അതുകൊണ്ട് ദൈവം ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ 40 കൊല്ലം നടത്തിയത് ഇവരുടെ ഹൃദയത്തിലിരിക്കുന്നത് എന്താണെന്ന് അറിയണം. മൂന്നാമത് നമ്മളവിടെ കാണുന്നത് ടു ടെസ്റ്റ് യു, പരീക്ഷിക്കണം. അപ്പോൾ ഒന്ന്, വിനയമുണ്ടാവണം, താഴ്മയുണ്ടാവണം. അത് അടിമയുടെ താഴ്മയല്ല, മക്കൾക്ക് ചേർന്ന താഴ്മ. 2, എന്തിനാണ് 40 കൊല്ലം വൈകിച്ചത് എന്ന് ചോദിച്ചാൽ അവരുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത് എന്താണെന്ന് അറിയണം. അത് അനുകൂലമായ സാഹചര്യത്തിൽ അറിയത്തില്ല. ഇങ്ങനെ ഓരോ കഥ ഓർത്തു വരുമ്പോൾ അങ്ങ് പറയുന്ന, കുറേ നാൾ മുമ്പ് ഞങ്ങൾ ഹോളി ലാൻഡിൽ പോയി. നമ്മുടെ സ്ലീബ കാട്ടുമങ്ങാട്ടച്ഛൻ്റെ കൂടെയൊക്കെയാണ് പോയി ഞങ്ങൾ പല സ്ഥലങ്ങളിലൂടെയൊക്കെ നടന്ന് ചാവുകടലിൻ്റെ അവിടെ എത്തി. ചാവുകടലെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആ കടലിൽ ഒന്നുമില്ല, ജീവനുള്ള ഒന്നും ആ കടലിൽ വളരത്തില്ല. അപ്പം ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് സ്ലീബാച്ചൻ പറഞ്ഞു, നിങ്ങൾ ഡെഡ് സീയിൽ ഇറങ്ങുമ്പോൾ, ചാവുകടലിൽ ഇറങ്ങുമ്പോൾ അവിടുത്തെ ചെളിയൊക്കെ വാരി പെരട്ടിക്കണം, കാരണം അത് സ്കിന്നിന് നല്ലതാണ്. ഇറങ്ങി
നമ്മുടെ ആളുകളല്ലേ, ചുമ്മാ കിട്ടിയ പിണ്ണാക്കും തിന്നുമെന്ന് പറഞ്ഞാൽ അങ്ങ് പെരട്ടാൻ തുടങ്ങി. കാരണം ഒന്ന് ഫ്രീ, 2 സ്കിൻ. ഇത്രയും രൂപ മുടക്കി അവിടം വരെ ചെന്നിട്ട് മാക്സിമം ചിലർ ഈ ബുഫയിൽ ചെന്ന് ഭക്ഷണം കഴിച്ച് അവസാനം വണ്ടിയെ മറിഞ്ഞ് വീഴുന്നവരെ കണ്ടു. എന്ന് പറഞ്ഞ പോലെ വാരി അങ്ങ് പെരട്ടി. ഇറങ്ങിക്കഴിഞ്ഞ് വെള്ളത്തിലൊക്കെ ഇറങ്ങി ഞങ്ങൾ കുറച്ച് പേര് തിരിച്ചു കയറി. പക്ഷെ തിരിച്ച് കരയിൽ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് പലരെയും മനസ്സിലായില്ല. നല്ല യൗവനക്കാരായിട്ടാണ് ഏതിലോട്ട് ഇറങ്ങിയത്, വെള്ളത്തിലോട്ട് കയറിയപ്പോഴോ. ഇതിനാണ് പുതിയ സൃഷ്ടിയാവുക എന്ന് പറഞ്ഞു. ഇറങ്ങിയ സൃഷ്ടിയല്ല, കയറിയ സൃഷ്ടി. കാരണം ഇത് മുഴുവൻ ഈ സൾഫർ ഒക്കെ ഉള്ളതാണ്. തലയിൽ അടിച്ച കളർ മുഴുവൻ പോയി. കണ്ടാൽ ഒരു കുഴപ്പമില്ല. 2 വീടിൻ്റെ ഉപമ പറഞ്ഞിട്ടില്ലേ? 2 വീട്, ഒന്ന് മണലിൻ്റെ മേൽ, ഒന്ന് പാറമേൽ എന്ന് പറഞ്ഞ പോലായിപ്പോയി. ഹൃദയത്തിലിരിക്കുന്നതൊക്കെ അറിയണമെങ്കിൽ ദൈവം ചില കഷ്ടതകളും സങ്കടങ്ങളും ഒക്കെ തരുമ്പോഴാണ് ശരിക്കും നമ്മുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് പുറത്ത്. ദൈവത്തിന് അതറിയാൻ ആഗ്രഹമുണ്ട്. 3 പറഞ്ഞു, ടു ടെസ്റ്റ് യു, നിങ്ങളെ പരീക്ഷിക്കണം. എന്തിനാണ് പരീക്ഷ? ഇപ്പോൾ പിള്ളേർക്കെല്ലാം എന്തോ നടക്കുക? പരീക്ഷ. അതിലകപ്പെടരുതെന്നാണ് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നത്. പക്ഷേ എന്നും ടെസ്റ്റാ. എന്തിനാണ് ടെസ്റ്റ്? അതിതുവരെ എന്തിനാ നിങ്ങൾക്ക് സ്കൂളിൽ കോളേജിൽ പരീക്ഷ? എന്തിനാ കുഞ്ഞെ? വെൽവെറ്റ് ഉടുപ്പൊക്കെ ഇട്ട് വന്നിരിക്കല്ലേ? പറഞ്ഞേ എന്തിനാ പരീക്ഷ? അവർക്ക് കുറേ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടിരുന്ന് മറ്റേ ഈ കന്യാമറിയാമിനെ പോലെ ഇരിക്കുന്ന ഈ കൊച്ചെന്ന് പറഞ്ഞേ എന്തിനാ പരീക്ഷ? ദൈവം എന്തിനാ നമുക്ക് പരീക്ഷ തരുന്നെന്നറിയാമോ? നാം ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പഠിച്ചോ എന്നറിയാൻ. ഇന്നലെ ഞാൻ പറഞ്ഞു, ഓരോ അനുഭവവും ഓരോ വേദപാഠമാണ്. എന്തെങ്കിലും പഠിച്ചോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയും? പഠിച്ചിട്ടുണ്ടോ എന്നറിയാൻ പരീക്ഷ വേണം. നമുക്ക് എന്തു വേണ്ട? പരീക്ഷ വേണ്ട. കാരണം നമ്മളൊന്നും പഠിച്ചിട്ടില്ലെന്ന് ആർക്കറിയാം? പണ്ട് ഹോംവർക്കൊക്കെ ഉണ്ടെങ്കിൽ മൈ ഫാദർ ഈസ് സിക്ക് എന്നൊക്കെ പറഞ്ഞ്, ഫീവർ ആൻഡ് ഹെഡ് ഏക്ക് എന്നൊക്കെ പറഞ്ഞ് പണ്ട് ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവർക്കറിയാം എന്തുമാത്രം കള്ളത്തരവാണ് നമ്മൾ എഴുതിയിരിക്കുന്നല്ലേ. ഈ പട്ടാളത്തിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ആ പുള്ളിയുടെ വല്യമ്മയൊക്കെ എത്ര പ്രാവശ്യം മരിച്ചിട്ടുണ്ടെന്നറിയോ? അല്ലേ? മൈ ഗ്രാൻഡ് ഫാദർ ഈസ് ഇൽ, മൈ അമ്മൂമ്മ ഈസ് സിക്ക് എന്നൊക്കെ പറയും. എന്തിനാ? പിന്നെ വയറ്റ് വേദനയാണ്, സ്കൂളിൽ പോകാൻ വേല, എല്ലാം എന്തിൻ്റെ ലക്ഷണമാണ്? പരീക്ഷയെ നേരിടാൻ ആർക്കാ പ്രയാസം? പഠിക്കാത്തവർക്കാ. ദൈവം ഏത് പരീക്ഷ തന്നാലും അത് ധൈര്യത്തോടെ നേരിടാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ദൈവം പഠിപ്പിച്ചതൊക്കെ പഠിച്ചു എന്ന് ഉറപ്പുണ്ടാവണം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പരീക്ഷകൾ എന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു സ്പിരിച്വൽ ഫിറ്റ്നസ് അറിയാനുള്ള അവസരം. എന്താണ് ഈ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ? ഫിറ്റ്നസ് ടെസ്റ്റ് എങ്ങനെ അറിയാം? ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ കുറേ കാലമായി ബാഡ്മിൻ്റൺ കളിക്കാൻ റാക്കറ്റും എടുത്തുകൊണ്ട് പോവും. കളിക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് വേറെ ചോദ്യം. ഇത് എടുത്തുകൊണ്ട് പോവും. മിക്കവാറും ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ ഒക്കെ കളിക്കും. അപ്പോൾ 1 മണിക്കൂറൊക്കെ കളിക്കുമ്പോൾ എൻ്റെ ഒരു വിചാരം, എനിക്ക് നല്ല ഫിറ്റ്നസ് ഉണ്ടെന്ന്. അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ 2018 19 എന്നറിഞ്ഞുകൂടാ, ഞങ്ങൾ ഈ
ബിഷപ്പുമാർ സ്ഥാനാർത്ഥികളായിരുന്നവരെ വെല്ലൂര് വിട്ടു. ഏറ്റവും കൂടുതൽ കാലം ബിഷപ്പ് കാൻഡിഡേറ്റ് ആയിരുന്ന ഒരാളാണ് ഞാൻ. ഈ ചില സീരിയലൊക്കെ 5 കൊല്ലമൊക്കെ പ്രസവിക്കാതിരിക്കുന്ന സ്ത്രീകളെ കണ്ടിട്ടില്ലേ? 8 വർഷവും എന്നും 9 മാസമാണ് എന്ന് പറഞ്ഞ പോലെ ഞങ്ങളൊരു 3.5 വർഷം നിന്ന കൂട്ടത്തിലുള്ളതാണ്. അപ്പം ഞങ്ങളെ ടെസ്റ്റിന് വെല്ലൂര് കൊണ്ടുപോയി. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ അവിടെ ചെന്ന് ഓരോരോ ഞങ്ങളുടെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള് ഒക്കെ നടത്തും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പിന്മാറിയപ്പം എന്നോടൊരു അച്ഛൻ പറഞ്ഞിടാ, എന്നാൽ പിന്നെ ആ ടെസ്റ്റ് കൂടെ കഴിഞ്ഞിട്ട് പോരായിരുന്നു, ഒന്നില്ല ഫ്രീ ആയിട്ടൊരു ടെസ്റ്റ് കിട്ടുമല്ലോ. അപ്പം അവസാനം ഞങ്ങളെ ഈ ട്രെഡ്മില്ലേ കയറ്റി. അപ്പം ബിഷപ്പും ട്രെഡ്മില്ലും തമ്മിൽ എന്താ ബന്ധമെന്ന് എനിക്ക് മനസ്സിലാവും. ഞാൻ ചോദിച്ചു എന്തിനാ ആദ്യം ഇത് ഓടണം. ഞാൻ ചോദിച്ചു എന്തിനാ, കമ്മിറ്റി വഴക്കുണ്ടാകുമ്പോൾ ഓടാനാണോ? ബിഷപ്പ് എന്തിനാ ഓടുന്നേ? പിന്നെ എനിക്ക് മനസ്സിലായി എന്തെങ്കിലും കാര്യം കാണും. കാരണം പൊതുയോഗത്തിൽ നിന്നോ കമ്മിറ്റിയിൽ നിന്നൊക്കെ ഇറങ്ങി ഓടേണ്ട വന്നാൽ അത്യാവശ്യം എന്തോ വേണം, ഒരിച്ചിരി ഫിറ്റ്നസ് വേണം. അപ്പം ഞാൻ പറഞ്ഞു ബിഷപ്പ് ആവണമല്ലോ, ഓടണമല്ലോ, ഓടി പഠിക്കുന്നത് നല്ലതാണ് കേട്ടോ. അവസാനം ട്രെഡ്മില്ലേക്ക് ഞാൻ ചോദിച്ചു എത്ര മിനിറ്റ് ഓടണം? അപ്പോൾ പറഞ്ഞു 8 മിനിറ്റ് ഓടിയാൽ ബിഷപ്പാവാം. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ അവർ പറഞ്ഞു ഇതിപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വെച്ചിരിക്കുക, 2 മിനിറ്റ് കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടി ഇതിൻ്റെ ഹൈറ്റ് കൂട്ടും, ഇതിൻ്റെ സ്ലാൻഡിങ് പൊസിഷൻ 2, 4, 6, 8 ഇങ്ങനെയാണ് അതിൻ്റെ കണക്ക്. ആദ്യത്തെ 2 മിനിറ്റ് കുറേ കണ്ടിട്ടുണ്ട്, ഓടാൻ തുടങ്ങി. ഓടി 8 മിനിറ്റ്, 8 എന്ത് 4 കണ്ടിട്ടുണ്ട്. ഓടി 6 ആയപ്പം വിചാരിച്ചതുപോലുള്ള. അപ്പം എൻ്റെ വിചാരം എന്താ, 1 മണിക്കൂർ ബാഡ്മിൻ്റൺ കോർട്ടിൽ കിടന്ന് ഉടങ്ങുന്ന ആളാണ് ഞാൻ. എനിക്ക് അത്യാവശ്യം എന്തുണ്ട്, ഫിറ്റ്നസ്സൊക്കെ ഉണ്ട്. 6 ആയപ്പോഴത്തേക്ക് വിചാരിച്ചതുപോലല്ല. അവസാനം കുറച്ചുകൂടെ ഹൈറ്റ് കൂട്ടി, ലാസ്റ്റ് ഫേസ് ഒരു തരത്തിൽ ഓടി. അപ്പം അന്ന് ഷൂ ഒന്നും കൊണ്ടുപോയില്ല, നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു ഓടണമെന്നൊക്കെ. അവസാനം 8 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്ക് ചോദിച്ചു ഇനി വെക്കണോ, മുന്നോട്ട് പോകണോ? ഞാൻ ചോദിച്ചു ഇത്രയും പോരെ ബിഷപ്പാവാൻ? അതിനുള്ള ഓട്ടമായി. ഞാൻ പറഞ്ഞു എങ്കിൽ നിർത്തിയേര്. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ വിചാരിക്കുന്നത് പോലെ ഒരു ഫിറ്റ്നസ് ഒന്നും എനിക്ക് ഇല്ല. നമ്മൾ ഈ സ്പിരിച്വൽ ഫിറ്റ്നസ്സിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പം എല്ലാം അനുകൂലമാകുമ്പോൾ നമ്മുടെ ധാരണ നമ്മളെല്ലാം നല്ല വിശ്വാസികളാണെന്ന്. എല്ലാം അനുകൂലമാകുമ്പോഴല്ല, എല്ലാം പ്രതികൂലമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടോയെന്ന് നമ്മൾ. അതുകൊണ്ട് അത്യാവശ്യം ജീവിക്കാൻ സൗകര്യമുണ്ട്, കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, മക്കളൊക്കെ നന്നായിരിക്കുന്നു, വിശ്വാസിയാണെന്നാണ് നമ്മുടെ ധാരണ. അല്ല. യേശു 2 വീടിനെ കുറിച്ച് പറയുന്നുണ്ട്. കണ്ടാൽ രണ്ടും നല്ല വീടാണ്, ഒരേ ആർക്കിടെക്റ്റാണ് പണിതത്. പക്ഷേ കാറ്റ് വന്നു, മഴ വന്നു, വലിയ പ്രളയമുണ്ടായി. എന്തു ചെയ്തു? ഒന്ന് വീണു, ഒന്ന് വീണില്ല. 2 വീടും കണ്ടാൽ ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഇതിൽ ഏതു വീടിനാണ് ആഴമുള്ളത് എന്നറിയുന്നത് എപ്പോഴാണ്? കാറ്റും കോളും മഴയും ഒക്കെ വരുമ്പോഴാണ്. നമ്മളൊക്കെ വലിയ വിശ്വാസികളാണെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഓരോരുത്തരും അവരവരെക്കുറിച്ച് പറയുന്നു. പക്ഷേ നമ്മുടെ ഒരു സ്പിരിച്വൽ ഫിറ്റ്നസ് അറിയണമെങ്കിൽ വി ഷുഡ് ഗോ ത്രൂ സർട്ടൻ ടെസ്റ്റ്. നമ്മൾ വീട്ടിൽ നിന്ന് പാല് കൊണ്ടുപോകുന്നു. ഗായ് ക്യാ ദേത്താ ഹേ? നിങ്ങൾ സ്കൂളിൽ എന്തുവാ നമ്മളതിനെ പറയുന്നത്, എന്തോ അച്ഛാ പഠിച്ച അച്ഛൻ എംപോസിഷൻ എഴുതിയ എന്തോ വരുന്നത്, ഗായ് ദൂത് ദേത്താ ഹേ, ഗായ് ഗോബർഗ് ദേത്താ ഹേ എന്നൊക്കെ പഠിച്ച് ഓർക്കുന്നു ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവരൊക്കെ അല്ലേ? പശു എന്തു തരുന്നു? പശു പാല് തരുന്നില്ല, നമ്മൾ കറന്നെടുക്കുക. പശു അങ്ങനെ എന്നാ ഒരു കുപ്പി കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് രാവിലെ തരുന്നുണ്ടോ? അതിൻ്റെ തൊഴിയും ചവിട്ടും എല്ലാം വാങ്ങിച്ച് ഏതെങ്കിലും പശു പാല് തരുമോ? തരുമോ? കാരണം പശുവിൻ്റെ പാൽ ആർക്കുള്ളതാണ്? കുഞ്ഞു പശുവിനുള്ളതാണ്. പക്ഷേ നമ്മൾ എന്തു ചെയ്യും?
അതിനെ കറന്നെടുക്കും. നമ്മുടെ വിചാരം എന്താണെന്നറിയാം, നമ്മൾ കൊണ്ടുപോകുന്ന പാലാണ് പുനലൂർ താലൂക്കിലെ ഏറ്റവും നല്ല പാൽ. കാരണം നമ്മുടെ പശു മാർത്തോമ പശുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലെന്തില്ല, മായമില്ലാത്ത പശുവാണ്, സുറിയാനി പശുവാണ്. അതുകൊണ്ട് പക്ഷെ നമ്മൾ ഈ സാധനവുമായിട്ട് അവിടെ ചെല്ലും. അപ്പോൾ അവിടെ ഒരു ചേട്ടൻ ഇരിപ്പുണ്ട്. ആ ചേട്ടൻ്റെ ഒരു കുഞ്ഞു സുന ഇരിപ്പുണ്ട്. ആ സുനയുടെ പേരെന്തോ? തെർമോമീറ്ററോ? എന്തിനാണോ പള്ളിക്കൂടത്തിൽ പോകുന്നത്? ഇതുങ്ങളെയൊക്കെ പള്ളിക്കൂടത്തിൽ വിടുന്നതിന് പകരം 4 വാഴ വെച്ചിരുന്ന കൊലയെങ്കിലും തിന്നായിരുന്നു. പറ, ഉറക്കെ പറ, ലാക്ടോമീറ്റർ. ഞാൻ ആ പറഞ്ഞത് പിൻവലിച്ചിരിക്കുന്നു കേട്ടോ. ആ ചേട്ടൻ പാലിൻ്റെ അകത്തോട്ട് ഈ സൂത്രം ഇടുമ്പം പറയുക, വെള്ളം ഇച്ചിരി കൂടുതലാണ്. അപ്പം നമ്മൾ എന്തോ പറയും, എന്താണെന്നറിഞ്ഞൂടെ, ഇന്നലെ പശു ഇച്ചിരി വെള്ളം. എൻ്റെ അഭിപ്രായം എന്തുവാ, ഇതുപോലത്തെ പാൽ, നല്ല കൊഴുപ്പുള്ള പാൽ. പക്ഷേ അത് ടെസ്റ്റിന് വിധേയമാകുമ്പോഴാണ് മനസ്സിലാകും. ജീവിതത്തിൽ എല്ലാ കാര്യവും ചില ടെസ്റ്റുകൾക്ക് വിധേയമായിട്ടാണ് ഗുണനിലവാരം നിശ്ചയിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിലും അതുപോലെ. പക്ഷെ നമ്മൾ പറയുന്നത് നമ്മൾ 911 ആണ്. പക്ഷെ ഒരച്ചു നോക്കും. ആര്? നമ്മളൊരു സാധനം അങ്ങോട്ട് കൊടുത്തിട്ട് പറയും, എൻ്റെ അപ്പൂപ്പൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന. അപ്പോൾ അയാൾ പറയും, ഇയാളുടെ അപ്പൂപ്പൻ ദുബായിൽ നിന്നല്ല, അന്റാർട്ടിക്കയിൽ നിന്ന് കൊണ്ടുവന്നാൽ എന്ത് ചെയ്യണം? കണ്ടാൽ സ്വർണം, തങ്കം. ഒരച്ചു നോക്കുമ്പോഴാണ് എന്ത് മനസ്സിലാവുന്നത്? നമുക്ക് തങ്കമാണ്. പക്ഷേ ആരും ഒരയ്ക്കൽ. ആരെങ്കിലും ഒന്ന് ഒരയ്ക്കട്ടെ. ഒരച്ച് നോക്കുമ്പോൾ അറിയാം, ടെസ്റ്റിന് വിധേയരാകാൻ നമുക്ക് ആർക്കും തയ്യാർ. നമ്മൾ ചില ക്ലെയിമുകളുമായി നിൽക്കുകയാണ്. ഇവിടെ വേദപുസ്തകം പറയുന്നു, ഈ 40 കൊല്ലം എന്തിനാണ് നടത്തിയെന്നറിയാമോ? ഒന്ന് ടെസ്റ്റ് ചെയ്യാനാണ്. നിങ്ങൾ ഇപ്പോഴും അടിമകളാണോ, അതോ നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവമക്കളാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന്, ദൈവമക്കൾക്ക് ചേർന്ന ഒരു വിനയം, ശരീരഭാഷ. 2, ഹൃദയത്തിൽ ഇരിക്കുന്നത് എന്താണെന്ന് അറിയുന്നത് പ്രതികൂല സന്ദർഭങ്ങളിലാണ്. 3, പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ ആരാണെന്ന് അറിയുന്നത്. ദൈവം പഠിപ്പിച്ച പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നറിയുന്നത് പരീക്ഷയിലൂടെ പോകുമ്പോഴാണ്. 4, അവിടെ പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. 3-ാമത്തെ വാക്യം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കും എന്ന് പറഞ്ഞാൽ, നമുക്ക് വേണമെങ്കിൽ അതിനെ കുറച്ചുകൂടെ റൈം ചെയ്ത് പറഞ്ഞാൽ, അപ്പമല്ല, അപ്പനാണ് വലുത്. ഇത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ലല്ലോ. ഇംഗ്ലീഷിൽ അത് പറഞ്ഞാൽ അങ്ങോട്ട് അതിൻ്റെ ഒരു പൊട്ടാന്ന് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുന്നത്? പറഞ്ഞാൽ ആ സുഖം കിട്ടുമോ? കിട്ടുമോ? പറയാം, പക്ഷേ കേൾക്കുന്നവന് ഫീൽ ചെയ്യുമ്പോഴാണ് നമുക്കെന്ത് കിട്ടുന്നേ? ഒരു സുഖം അല്ലേ? അപ്പമാണോ അപ്പനാണോ വലുത്? ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ പോകുമ്പോൾ ദൈവം അവർക്ക് ഒരു പ്രത്യേക മെനു കൊടുത്തു. 40 വർഷത്തേക്ക് ഒരു മെനു. ഇവിടെ ഇരിക്കുന്ന പിള്ളേരോട് പറയാം, അടുത്ത 1 വർഷത്തേക്ക് എന്നും രാവിലെ പഴുങ്ങിഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടത്തായി ജോളിയാവും. കാരണം 1 കൊല്ലമൊന്നും പഴുങ്ങിഞ്ഞ് കഴിക്കാനുള്ള 2 ദിവസം അടുപ്പിച്ച് ദോശയാണെങ്കിൽ ചോദിക്കും, വേറെ ഒന്നും ഇല്ലേ? 40 കൊല്ലം ഒരേ മെനു ആയിരുന്നു. അത് ഫ്രഷാണ് കേട്ടോ, അന്ന് ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ. എല്ലാ ദിവസവും രാവിലെ അവരുടെ കൂടാരത്തിന് പുറത്ത് നോക്കുമ്പോൾ എന്തുണ്ട്? മന്നയും കിട്ടും, കാടപ്പക്ഷിയും കിട്ടും. ഇന്ന് മന്നയും കാടപ്പക്ഷിയും, നാളെ കാടപ്പക്ഷിയും. ഇനിയും പോട്ടെ, ഇത് ആവശ്യത്തിന് തരുമോ?
നിങ്ങൾക്ക് ആവശ്യമുള്ളതേ പെറുക്കിയെടുക്കാവൂ. പക്ഷേ ആവശ്യത്തിനുള്ളതേ പെറുക്കിയെടുക്കാവൂ എന്ന് പറഞ്ഞാലും നമ്മൾ ആ കുണം കാണിക്കുമല്ലോ. നമ്മൾ എന്ത് ചെയ്തു? ആവശ്യത്തിന് അങ്ങ് വാരിയെടുക്കും. നേരം വെളുക്കുമ്പോഴോ ചീനി. ചിലവരെങ്ങനെയാണ്, എത്ര വേണമെന്ന് അറിയത്തില്ല, എല്ലാം കൂടെ വാരി എന്ത് ചെയ്യും? പാത്രത്തിലിടും. അവസാനം ഇരിക്കാനും വേല, നിൽക്കാനും വേല, കുറേ അങ്ങ് വാരിക്കൂട്ടി. അപ്പോൾ ദൈവം ഇവരെ പരീക്ഷിക്കുമായിരുന്നു. കാരണം ദൈവം എന്തോ പറഞ്ഞു, അന്നന്നത്തേക്കുള്ളത് മാത്രം നിങ്ങൾ എടുത്താൽ മതി, നാളത്തേക്കുള്ളത് നാളെ തരാം. പക്ഷേ ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു? അവര് നാളത്തെ പോരാ, കാരണം നാളെ പുള്ളി തന്നില്ലെങ്കിലോ, അതുകൊണ്ട് കുറേ ദിവസത്തേക്കുള്ളത് വാരിക്കൂട്ടി. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ആരെയാണ് ഇവർക്ക് കൂടുതൽ വിശ്വാസം? ഇവർ വിചാരിക്കുന്നത്, അതുകൊണ്ട് ഒന്നാമത്തെ ടെസ്റ്റ് അതാണ്, അപ്പമാണോ അപ്പനാണോ വലുത്? നിങ്ങൾക്ക് ആരെയാ വിശ്വാസം? പറയുമ്പോൾ നമ്മൾ എന്തോ പറയും? അപ്പനാണ്, ദൈവം. നമ്മൾ അതിനൊരു വൈബ്രേറ്ററൊക്കെ പിടിപ്പിച്ചൊന്ന് വിറപ്പിച്ചൊക്കെ ഒന്ന് പറയും. പക്ഷേ കാര്യത്തോടടുക്കുമ്പോഴോ നമുക്ക് അപ്പനേക്കാൾ അപ്പമാണിഷ്ടം. ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിൻ്റെയും ലോത്തിൻ്റെയും കഥ പറയുന്നുണ്ട്. കാലൊക്കെ നൂർത്ത് വെച്ച കുഞ്ഞേ, അതിന് നിങ്ങൾ താഴെ ഇരിക്കുന്നത് ബുദ്ധിമുട്ടാണ്, എന്നിട്ട് ആ മോളിരിക്കുന്ന പോലെ ഇരുന്നോണം കേട്ടോ. ഉരി എടുത്തോണം പോകാൻ നേരത്ത് കൊണ്ട് കേട്ടോ. എൻ്റെ അങ്ങനെ നാണിക്കൊന്നും വേണ്ട, നമ്മുടെ കാലല്ലേ, കംഫർട്ടബിളായിട്ട് ഇരുന്നോണം കേട്ടോ. മൈക്ക് തട്ടിയിടില്ല അത് കേട്ടോ. ഒരു ദിവസം ഇവർ അബ്രഹാമും ലോത്തും കൂടെ ഇവരുടെ പ്രോപ്പർട്ടി ഒന്ന് വീതം വയ്ക്കണം. അപ്പോൾ അവർ രണ്ടുപേരും തീരുമാനിച്ചു. രണ്ടുപേരും രാവിലെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങി. ലോത്തിനോട്, നമ്മുടെ ലോത്തിൻ്റെ കൊച്ചമ്മയുണ്ടല്ലോ, എന്തോ പേര്, മറ്റേ സോൾട്ട് മാംഗോ ട്രീ ആയ, പേരൊന്നുമില്ല. പുള്ളിക്കാരി പറഞ്ഞു, പോന്നൊക്കെ കൊള്ളാം, നിങ്ങൾ എന്ത് ചെയ്യണം, ചേട്ടനാണെന്നൊന്നും വിചാരിച്ച് കൂടുതൽ സ്നേഹമൊന്നും സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ പറഞ്ഞെടി ഞാൻ സ്ട്രോങ്ങാ, അതൊക്കെ ശരിയാണ്, പക്ഷേ നിങ്ങൾക്ക് ചേട്ടനെ കാണുമ്പോൾ ഇച്ചിരി ഒലിപ്പീര് കൂടുതലാണ്, അതുകൊണ്ട് അത്രേ സ്നേഹമൊന്നും വേണ്ട, ഇല്ലടി സ്ട്രോങ്. അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സാറ പറഞ്ഞു, നിങ്ങൾക്കൊരു കുഴപ്പമുണ്ട്, നിങ്ങൾക്ക് ഈ അനിയനെ കാണുമ്പം സ്നേഹം കൂടുതലാണ്, അവനാണെങ്കിലോ സൂചി വെക്കുന്നിടത്ത് തൂമ്പ ഇറക്കുന്നവനാണ്, അതുകൊണ്ട് കൂടുതൽ സഹോദര സ്നേഹമൊന്നും വേണ്ട, ഇല്ലടി സ്ട്രോങ്ങാണ്. രണ്ടുപേരും കൂടെ കൂടി. അപ്പം അബ്രഹാം ലോത്തിനോട് ചോദിച്ചടാ, നിനക്ക് ഏത് ഭാഗം വേണം? ഇവൻ എംകോംകാരനാണ്. ഇവനൊന്ന് മൊത്തത്തിൽ നോക്കിയപ്പം ഇവന് മനസ്സിലായി വെള്ളമുള്ള സ്ഥലമാണ് നല്ലത്. അപ്പോൾ വീട്ടിൽ നിന്നേ ഭാര്യ പറഞ്ഞു കൊടുത്തിരുന്നു, അങ്ങനെ എന്താ നിങ്ങളുടെ ചേട്ടൻ്റെ സ്വഭാവം അനുസരിച്ച് ചോദിക്കും, അന്നേരപ്പം ചേട്ടൻ ഇഷ്ടമുള്ളത് തന്നാൽ മതി എന്നൊന്നും പറയല്ല. അതുകൊണ്ട് ഇവർ നേരത്തെ തന്നെ ഉറപ്പിച്ചു വെച്ചിരുന്നു. നമ്മൾ ഈ പള്ളി പൊതുയോഗത്തിലൊക്കെ സ്ഥാനാർത്ഥിയുടെ പേരൊക്കെ നേരത്തെ നിശ്ചയിച്ചു വരുന്ന പോലെ. ഒരിക്കലും ഒരു പള്ളി പൊതുയോഗത്തിൽ ഒരു പുള്ളി എഴുന്നേറ്റ് നിൽക്കുകയാണ്. പേരൊക്കെ പറയണമെന്നൊക്കെ വിചാരിച്ച് തലേദിവസം ഗ്രൂപ്പൊക്കെ കൂടി പേര് എഴുന്നേറ്റ് നിൽക്കുക, മറന്നുപോയി. സാറേ പേര് പറ. കുറച്ച് നേരം നിന്ന് മറന്നുപോയി. അവസാനം പുള്ളി അങ്ങിരുന്നു. ആ പുള്ളി ഉദ്ദേശിച്ച പുള്ളിക്കൊട്ട് ആകാനും പറ്റിയില്ല. പേര് എന്ന് പറഞ്ഞ പോലെ ഓട്ടനെ പറഞ്ഞോണം. അബ്രഹാം ചോദിച്ചു, ഓട്ടനെ എന്തോ പറഞ്ഞു? എനിക്ക് വെള്ളമുള്ള സ്ഥലം മതി, നീ എടുത്തോടാ, ഇനിയും വല്ലതും വേണോ? വേണ്ട, ശരി നീ അങ്ങനാണെങ്കിൽ അങ്ങോട്ട് പോക്കോ, ഞാൻ ഇങ്ങോട്ട് പോക്കോളാം. രാത്രി രണ്ടുപേരും വീട്ടിൽ വന്നു. ലോത്ത് ദൂരേന്ന് വരുന്ന കണ്ടപ്പോഴേ, അവൻ്റെ ആ സന്തോഷമൊക്കെ കണ്ടപ്പോഴേ മനസ്സിലായി, അച്ചാനെ തേച്ചേച്ച് വരുന്ന വഴിയാണ്. എന്തുകൊണ്ട്?
നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടന്നു. നമ്മുടെ അച്ഛൻ വെറും ഇതാണ്. പുള്ളി എന്നോട് ആദ്യം ചോദിച്ചു, ഞാൻ ആരാ മോൻ, ഞാൻ ആ സ്ഥലം എടുത്തു. അങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ട് വൈകിട്ട് അന്നൊരു മട്ടൻ ബിരിയാണി വെച്ചു. എന്തിൻ്റെ സന്തോഷമാണെന്നറിയാമോ? ചേട്ടനെ വലിപ്പിച്ചതിൻ്റെ പെരുന്നാളാണ്. എന്തിൻ്റെ ബിരിയാണിയാണ്? ചേട്ടനെ ഊഞ്ഞാലാക്കിയതിൻ്റെ ബിരിയാണിയാണ്, വലിപ്പിച്ചതിൻ്റെ ബിരിയാണിയാണ്. ഭയങ്കര ആഘോഷം. മറ്റേ പുള്ളി വൈകിട്ട് വരിക. വരവ് കണ്ടപ്പോഴേ മനസ്സിലായി, അനിയൻ ഇന്നും പുള്ളി എസ് ഐ ആയിട്ട് വരികയാണ്. എന്തുവായി? ഓ പോട്ടടി, അവൻ അനിയനല്ലേ. പിന്നെ സാറ എന്തൊക്കെയോ പറഞ്ഞു. കുമാരനാശാൻ്റെ കവിതയാണോ വള്ളത്തോളിൻ്റെ കവിതയാണോ? കുറേ മോനെ മോനെ എന്ന് മാത്രമേ അബ്രഹാമിന് കേട്ടുള്ളൂ, മറ്റേതൊന്നും മനസ്സിലായില്ല. എന്തൊക്കെ മോനെ മോനെ എന്ന് മാത്രം, ബാക്കി ഒന്നും അബ്രഹാമിന് കേൾക്കാനായിട്ട് പറ്റിയില്ല. അവസാനം വൈകിട്ട് ഇടി വല്ലതും ഉണ്ടോ? ഉണ്ട്, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ല്, വന്നിരിക്കുക. കുറേ കേട്ടു. അബ്രഹാമിന് അന്നൊന്നും കിട്ടിയില്ല. കാരണം എന്താ? വലിച്ചേച്ച് വന്നിരിക്കുക. വലിച്ചേച്ച് വന്നവൻ എന്തെങ്കിലും കൊടുക്കണോ? ഒന്നും കൊടുക്കണ്ട. മറ്റേടത്ത് ഭയങ്കര പെരുന്നാളാണ്, കാരണം വലിപ്പിച്ചേച്ച് വന്നിരിക്കുക. അപ്പം രണ്ട് വീട്ടിലും. പക്ഷെ അബ്രഹാമിൻ്റെ മനസ്സിലൊരു വലിയ തൃപ്തിയുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് അന്ന് അബ്രഹാമും സുഖമായിട്ടുറങ്ങി, ലോത്തും സുഖമായിട്ടുറങ്ങി. ലോത്ത് ഉറങ്ങിയത് വെട്ടിപ്പിടിച്ചതിൻ്റെ സന്തോഷം കൊണ്ടാണ്. അബ്രഹാം ഉറങ്ങിയത് വിട്ടുകൊടുത്തതിൻ്റെ സന്തോഷം കൊണ്ടാണ്. പഴയൊരു മാരാമൻ്റെ പാട്ടുണ്ട്, കാസറ്റ് ഉള്ള കാലത്തെ പാട്ടാണ്. സമ്പന്നനാം ദൈവം തരുന്നൊരു ഇപ്പം പിന്നെ അങ്ങനത്തെ പാട്ടൊന്നുമില്ല. ഇന്നോ പിടിച്ചേ പോയേ, മധ്യാകാശത്ത് ബിരിയാണി, പെരുന്നാൾ, ഇങ്ങനത്തെ പാട്ടുകളാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ പണ്ടത്തെ പാട്ട് അങ്ങനല്ല. ആ പാട്ട് എൻ്റെ വിചാരം മാർത്തോമാക്കാരൻ്റെ വിശ്വാസ പ്രമാണമാണ്. സമ്പന്നനാം ദൈവം തരുന്നൊരു സമ്പാദ്യം. അതെന്തുവാണ്? മാത്രം. ഇപ്പം അതൊന്നും വേണ്ട. പറഞ്ഞിടുമേ, ഞാൻ പറഞ്ഞിടുമേ, അവൻ കർത്താവ് വാനിൽ വരും, ഓട്ടോയിൽ വരും, ടെമ്പോയിൽ വരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനത്തെ സൈസാണ്. പക്ഷേ പഴയൊരു പാട്ടുണ്ട്, സമ്പന്നനാം ദൈവം തരുന്നൊരു സമ്പാദ്യം മാത്രം. എവിടെയെങ്കിലും ഈ പാട്ട് പാടി കേട്ടിട്ടുണ്ടോ? കാരണം ദൈവം തരുന്നതല്ലാത്ത സമ്പാദ്യങ്ങൾ നമ്മുടെ ഒക്കെ താല്പര്യമാണ്. എന്നാൽ ആ തൽക്കാലത്തേക്ക് ആര് വിജയിച്ചു? ലോത്ത് വിജയിച്ചു. എന്നാൽ അബ്രഹാം തൽക്കാലത്തേക്ക് തോറ്റു. നിലനിൽക്കുന്ന സമ്പാദ്യം അത് ദൈവം തരുന്ന സമ്പാദ്യമാണ്. ലോത്തിനെ സംബന്ധിച്ചിടത്തോളം അപ്പനല്ല, അപ്പമാണ് വലുത്. എന്നാൽ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അപ്പമല്ല, അപ്പനാണ് വലുത്. ഇന്ന് നമ്മുടെയൊക്കെ സഹോദര ബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ ഒരു 2 സെൻറ്റ് സ്ഥലത്തിന് വേണ്ടി, ഒരു 5 സെൻറ്റ് സ്ഥലത്തിന് വേണ്ടി, റോഡ് സൈഡിലത്തെ സ്ഥലത്തിന് വേണ്ടി അവനങ്ങ് കൊണ്ടുപോയി തിന്നട്ടെന്നേ. ദൈവം തരുന്നത് മാത്രമേ നിലനിൽക്കൂ. അല്ലാത്തതൊന്നും നമ്മുടെ ആരുടെയും ഭവനങ്ങളിൽ ദൈവത്തിന് നിരക്കാത്തതൊന്നും ഉണ്ടാവരുത്. സക്കായിയെ കുറിച്ച് പറയുന്നത് ഇവൻ ആരാണ്? ഇവൻ ഇപ്പോൾ അബ്രഹാമിൻ്റെ മകനാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അതുവരെ അപ്പത്തിൻ്റെ പിറകെ പോയവൻ കർത്താവിനെ കണ്ട അന്ന് മുതൽ അപ്പൻ്റെ പിറകെ പോയി. എന്താണ് മാനസാന്തരം? അപ്പത്തിൻ്റെ പിറകെ പോകുന്നത് അവസാനിപ്പിച്ച് അപ്പൻ്റെ പിറകെ പോകുന്നതാണ് മാനസാന്തരം. ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ ദൈവം പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പം വേണ്ടെന്നല്ല, പക്ഷേ അപ്പമുണ്ടെങ്കിൽ എല്ലാമായി എന്ന് ചിന്തിക്കരുത്. ധൂർത്തപുത്രൻ്റെ കഥ നമുക്കറിയാം. അവൻ അപ്പനെ ഉപേക്ഷിച്ച് അപ്പൻ തന്ന അപ്പവുമായി പോയി. കുറേ കഴിഞ്ഞപ്പോഴാണ് അവന് മനസ്സിലായത്
അപ്പൻ്റെ വീട്ടിൽ കിട്ടുന്ന സന്തോഷം അപ്പത്തിന് തരാൻ പറ്റത്തില്ല. അവൻ അവസാനം പന്നിയുടെ അടുക്ക ചെന്നപ്പോഴാണ് മനസ്സിലായത്, അപ്പമല്ല, അപ്പനാണ് വലുത്. ഇവിടെ ഇരിക്കുന്നവരിൽ ചിലരെങ്കിലും മണ്ടന്മാർ കാണും. വസ്തു വീതം വെച്ചപ്പോൾ സഹോദരന് ഇച്ചിരി കൂടുതൽ കൊടുത്തു. ഭാര്യ പറയും, നിങ്ങളൊരു പൊട്ടേറ്റോ ആണല്ലോ എന്ന് പറയും. കാരണം നിങ്ങളെ കൊണ്ട്, യോ എൻ്റെ ദൈവമേ, ഇങ്ങനൊരുത്തനെയാണല്ലോ എൻ്റെ. കാരണം എന്താ? അയാൾക്ക് കൂടപ്പറപ്പിനെ കാണുമ്പോൾ മനസ്സലിയും. പക്ഷേ ഒന്നോർത്തോണം, സാറേഫാത്തിലെ വിധവയോട് പറഞ്ഞതുപോലെയാ, നിന്റെ കലത്തിലെ മാവും കുറയത്തില്ല, ഭരണിയിലെ എണ്ണയും കുറയത്തില്ല. സഹോദരന് വിട്ടുകൊടുക്കുന്നത് ഒരു ബലഹീനതയല്ല. ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇതൊരു വലിയ പ്രശ്നമാണ്. ഈ കൂട്ടത്തിൽ ബുദ്ധിമാന്മാരും കാണും. സഹോദരനെ കളിപ്പിച്ച് നേടിയല്ലോ, ഞാനൊരു മിടുക്കനാണെന്ന് തോന്നുന്നെങ്കിൽ ആ മിടുക്ക് ദൈവത്തിന് ഇഷ്ടമുള്ള മിടുക്കല്ല. അപ്പമല്ല, അപ്പനാണ് വലുത്. ഞാൻ ഈ കഴിഞ്ഞ കുറേ കാലത്തിന് മുമ്പ് തെക്കൻ തിരുവിതാംകൂറിൽ ഒരു CSI കൺവെൻഷന് പ്രസംഗിക്കാൻ പോയി. പ്രസംഗം കഴിഞ്ഞ് എന്നെ റെയിൽവേ സ്റ്റേഷനിൽ വിട്ടത് ഒരു ചെറുപ്പക്കാരനാണ്. ഞാൻ അവനോട് വർത്തമാനമൊക്കെ പറഞ്ഞു. എൻ്റെ ഒരു മണിക്കൂറുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലാൻ. ഞാൻ ചോദിച്ചു, ജോലി എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടായിരുന്നു വെച്ചാൽ ജോലിയൊക്കെ വേണ്ടാന്ന് വെച്ചു. ഞാൻ ചോദിച്ചു, അതെന്തോ പറ്റി? ഇന്നത്തെ കാലത്ത് ജോലി ആളുകൾ കളയത്തില്ലല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, വെച്ചാൽ ഞാനൊരു ലോറി ഡ്രൈവറായിട്ട് കുറേ കാലം ജോലി ചെയ്തു. ഞാൻ ചോദിച്ചു, പിന്നെന്താ അത് കളഞ്ഞ്? അതച്ചാ ഈ കള്ള മണൽ കടത്തുന്ന പണിയാണ്, നമുക്ക് പറ്റിയതല്ലച്ചാ, അത് വേണ്ട. ഞാൻ ചോദിച്ചു, എത്ര നാളായി? 4-5 മാസമായി, ജോലിയൊന്നുമില്ല, വരുമാനമില്ല, നമുക്ക് വേണ്ടച്ച. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഒരു ചെറുപ്പക്കാരൻ പറയുക, എനിക്ക് അപ്പൻ മതി, അപ്പം വേണ്ട. ഇന്ന് എത്ര ചെറുപ്പക്കാർക്ക് അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ അവരെ ആരാക്കും? ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ സ്ത്രീധനമില്ലാതെ കല്യാണം കഴിച്ചാൽ, കല്യാണം കഴിക്കണമെന്ന് തീരുമാനിച്ചാൽ, വീട്ടിൽ പറഞ്ഞാൽ നമ്മൾ എന്തോ പറയും? അവനാരാ? നമ്മൾ ഓർക്കേണ്ടത്, അപ്പത്തേക്കാൾ വലിയതാണ് അപ്പൻ. അതുകൊണ്ട് ദൈവം പറയുകയാണ് ഇസ്രായേൽ മക്കളോട്, ഞാൻ ഈ 40 കൊല്ലം നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിച്ച ഒരു വലിയ കാര്യം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. എനിക്കൊരു ഉപദേശി അറിയാം. ഉപദേശി ഒരു ഭദ്രാസനത്തിൻ്റെ സുവിശേഷകനാണ്. അപ്പോൾ ഈ ഉപദേശി ഒരിക്കൽ, ഞാൻ ഇടയ്ക്ക് വീട്ടിലൊക്കെ ചെല്ലുമ്പം ഈ അബ്രഹാം ദൂതന്മാരെ സൽക്കരിക്കുന്നത് പോലെയാണ് ഈ ഉപദേശി സൽക്കരിക്കുന്നത്. വരുന്നവരെ എല്ലാം അങ്ങ് ഭക്ഷണം കൊടുത്തും സ്നേഹം കൊണ്ടും ഒക്കെ അങ്ങ് സൽക്കരിക്കും. വളരെ കുറച്ച് ശമ്പളമേ ഉള്ളൂ. അപ്പം ഞാൻ ഒരിക്കലും ഉപദേശിയോട് പറഞ്ഞു, എൻ്റെ ഉപദേശി, ഇങ്ങനെയൊക്കെ സൽക്കരിക്കാൻ പോയാൽ 3 പെൺകുട്ടികളല്ലേ, കാര്യങ്ങളൊക്കെ എങ്ങനെ നടത്തും? അതുകൊണ്ട് പൈസയൊക്കെ ശ്രദ്ധിച്ചു വേണം, ഇങ്ങനെ ആവശ്യമില്ലാതെ ആരെയും സൽക്കരിക്കരുത്. അപ്പോൾ ഉപദേശി എന്നോട് പറഞ്ഞു, അച്ഛാ, ദൈവം നടത്തും. ഞങ്ങൾ സെമിനാരി പഠിക്കാത്ത ഒരു പാഠമാണ് ആരെന്നോട് പറഞ്ഞ്, സെറാംപൂർ സിലബസിൽ അതില്ല. നിങ്ങളുടെ കോളേജിലുണ്ടായിരുന്നു? ആ, ദൈവം നടത്തും എന്നൊരു സാധനം സെമിനാരിയിലില്ല. പക്ഷെ ഉപദേശി പഠിച്ചിട്ടുണ്ട്. ഞാൻ പല പ്രാവശ്യം ഉപദേശിയെ നന്നാക്കാൻ നോക്കി. പക്ഷേ ഉപദേശി അപ്പോഴെല്ലാം എന്നോട് പറയുന്നുണ്ട്, ദൈവം നടത്തും. കുറേ കാലമൊക്കെ കഴിഞ്ഞു. ഞാൻ മറ്റൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ഒരു ദിവസം വാട്സാപ്പിൽ ഉപദേശിയുടെ ഫോൺ കോൾ. ഞാൻ ചോദിച്ചു, എന്താണ്? ഇപ്പോൾ പറഞ്ഞു, ഇന്നതുപോലെ മൂത്ത മോള് പ്രീഡിഗ്രിയൊക്കെ കഴിഞ്ഞ് അവൾക്ക് BSc മാത്സിന് പോകാനാണ് ഇഷ്ടം. അധികം മാർക്കൊന്നുമില്ല. ആലുവ UC കോളേജിൽ ഒരു മാനേജ്മെൻറ്റ് കോട്ടായിലെങ്ങാനും. അപ്പം ഞാൻ ഉപദേശി പറഞ്ഞു, എൻ്റെ ഉപദേശി, കൊള്ളാവുന്ന പള്ളിക്കൂടത്തിലൊന്നും പഠിച്ച ആളല്ല ഞാൻ.
എനിക്ക് അതിന് പകരം ജാട മാത്രമേ ഉള്ളൂ, എഡ്യൂക്കേഷൻ വളരെ കുറവാണ്, നല്ല കോളേജിലൊന്നും പള്ളിക്കൂടത്തിലൊന്നും ഞാൻ പഠിച്ചല്ല. അച്ഛാ എങ്ങനെയെങ്കിലും, ഞാൻ നടക്കത്തില്ല സഹോദര. അപ്പോൾ ഈ യു സി കോളേജ് എന്ന് 3-4 വട്ടം പറഞ്ഞു. അവസാനം ഈ പുള്ളിക്കാരൻ സങ്കടപ്പെട്ട് ഫോൺ വെച്ചു. അപ്പോൾ വീട്ടുകാരൻ ചോദിച്ചു, എന്തോ അച്ഛാ യു സി കോളേജിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അച്ഛനാ ഫോൺ നമ്പർ ഇങ്ങോട്ടതാ. ഞാൻ ചോദിച്ചു എന്തോ കാര്യം. നമുക്ക് ആ കൊച്ചിനെ എൻജിനീയറിങ്ങിന് വിടാം. ഞാൻ പറഞ്ഞു ഫസ്റ്റ് BSc വിടാൻ കാശില്ല. ഞാൻ അച്ഛനോട് കാശ് ചോദിച്ചു, നമ്പർ കൊടുത്തു. അപ്പോൾ അവർ ഈ ദശാംശം മാറ്റിവെച്ച് കുട്ടികളെ പഠിപ്പിക്കുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്. മൂത്തവൾ എൻജിനീയറിങ്ങിന് പഠിച്ചു, അവൾ ഇന്ന് മറ്റൊരു രാജ്യത്ത് സന്തോഷമായിട്ട് ജീവിക്കുന്നു. രണ്ടാമത്തവളും മൂന്നാമത്തവളും എല്ലാം ഇന്ന് ലോകത്തിലെ 2-3 രാജ്യങ്ങളിലായിട്ട് അവർ ജീവിക്കുക. ഉപദേശി അന്ന് എന്നോടൊരു കാര്യം പറഞ്ഞു, ദൈവം നടത്തും. ദൈവം നടത്തും എന്ന് പറഞ്ഞാൽ അത് നടത്തിയിരിക്കും. പക്ഷേ അഭ്യാസമുള്ളവരെ കൊണ്ട് ദൈവത്തിനൊന്നും, കുരുട്ട് ബുദ്ധിയും അഭ്യാസവും നമ്മുടെ കയ്യിലിരിക്കുന്നത് കൊണ്ടാണ് ദൈവം ആരാണെന്ന് നമുക്കറിയാൻ കഴിയാത്തത്. വേദപുസ്തകത്തിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാക്യമുണ്ട്, യഹോവ നല്ലവനെന്ന്. അത് ഗൂഗിളിൽ വായിച്ചാൽ കിട്ടത്തില്ല. അത് യു ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. ജീവിതത്തിൽ അപ്പനാണ് വലുതെന്ന് രുചിച്ചറിഞ്ഞ എത്ര പേരുണ്ട് ഈ കൂട്ടത്തിൽ? ഇതൊരു ചെറിയ കാര്യമല്ല കേട്ടോ, അനുഭവിച്ചെങ്കിലേ ഇത് മനസ്സിലാവത്തുള്ളൂ. ഇന്ന് നമുക്ക്, ഞങ്ങൾ അച്ഛന്മാരുൾപ്പെടെയുള്ളവർക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു വലിയ കാര്യമാണിത്. നഷ്ടപ്പെട്ടു എന്നല്ല, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അപ്പത്തേക്കാൾ വലുത് അപ്പനാണ് എന്ന് മറന്നു പോകരുത്. ഇത് മറന്നു പോകുന്നത് കൊണ്ടാണ് അപ്പപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലൊരു പറച്ചുണ്ട്, അപ്പപ്പ കാണുന്നവനെ. അതുകൊണ്ട് കാര്യം നടക്കാൻ വേണ്ടി കാണുന്നവനെ കയറി അപ്പാന്ന് വിളിക്കരുത്. അപ്പം കിട്ടും എന്ന് വിചാരിച്ച്. അപ്പം തരുന്നവർ പലര് കാണും, പക്ഷേ അപ്പനൊന്നേ ഉള്ളൂ. ഇത് അബ്രഹാമിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ പഠിച്ചതാണ്. അപ്പമാണ് വലുത് എന്നൊരിക്കലും. യേശുക്രിസ്തുവിന് പരീക്ഷ ഉണ്ടായ സമയത്തും സാത്താൻ വന്ന് മുമ്പിൽ നല്ല വെള്ളയപ്പം പോലുള്ള കല്ല് കിടക്കുക. അപ്പം യേശുവിനോട് സാത്താൻ പറയാ, ഈ കല്ലൊക്കെ ഒന്ന് അപ്പമായിരുന്നെങ്കിൽ, എന്ത് രസം. കർത്താവ് ഉടനെ പറയുക, കർത്താവിന് വിശന്നു, ഐഡിയ ഈസ് ഗുഡ് ബട്ട് ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ. കർത്താവിനോടനെ സ്പാർക്കായി. കർത്താവ് എന്തോ പറഞ്ഞു, സംഭവം കൊള്ളാം, പക്ഷേ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. ഇത് നമ്മൾ പഠിക്കണം. കൈക്കൂലിയും അഴിമതിയും ആരെ കളിപ്പിച്ചും പണമുണ്ടാക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു ലോകത്ത് അപ്പമല്ല, അപ്പനാണ് വലുത്. ഈ ബോധ്യമില്ലാതെ തൻ്റെ ജനം വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അല്ല എങ്കിൽ അവർ കനാൻ നാട്ടിൽ ചെന്ന് കാണുന്നവരെയൊക്കെ ആരെന്ന് വിളിക്കും? അവർ ബാൽദേവനെ കാണുമ്പോഴും അശേരാദേവതയെ കാണുമ്പോഴും എല്ലാവരെയും കയറി ആരെന്ന് വിളിക്കും? അപ്പാന്ന് വിളിക്കും. അങ്ങനെയല്ല, മിസ്രയീമിൽ നിന്ന് അവരെ വിടുവിച്ച ദൈവം ആരെന്നറിഞ്ഞിട്ട് വേണം അവരെവിടെ കയറാൻ? അവർ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കാൻ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നു. 4-മത് ഒരു കാര്യം കൂടെ പറഞ്ഞ അവസാനം, 5-മത്, അതിൻ്റെ 5-മത്തെ വാക്യം, മനുഷ്യൻ തൻ്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ച് വളർത്തും. ഈ ശിക്ഷണം ഇത് തമ്മിലുള്ള വ്യത്യാസമുണ്ട്. രണ്ടിൻ്റെ അകത്തും ഇച്ഛായുണ്ട്. ശിക്ഷയ്ക്കകത്തും ഇച്ഛായുണ്ട്, ശിക്ഷണത്തിനകത്ത്. അതൊന്ന് പറയാമോ ആ വാക്ക്, മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ? ശിക്ഷണം. ഈ നമ്മുടെ നമ്മൾ മലയാളികളാണെന്ന് പറഞ്ഞെങ്കിലുവേ എല്ലാ അക്ഷരവും ശരിയായിട്ട് പറയാൻ അറിയത്തില്ല. ക്രിസ്മസിന് വായിക്കുന്ന കേട്ടിട്ടില്ലേ?
ദൂതൻ അവളോട് ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? ഇനിയും ഇംഗ്ലീഷിലെങ്ങാനും നമ്മൾ തെറ്റിച്ച് പറഞ്ഞാൽ ഉടനെ, ഇപ്പം ഐസക്കച്ചൻ വായിക്കുകയാണ്, നിങ്ങളെല്ലാവരും നിങ്ങളുടെ നൈഫ് ഒന്ന് എടുത്തേ എന്ന് പറഞ്ഞാൽ ഈ അച്ഛൻ ഇംഗ്ലീഷ് അറിയത്തില്ലേ എന്ന് ഉടനെ കളിയാക്കും. പക്ഷേ ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ലേ പാഠം വായിക്കുന്നത്? ദൂതൻ അവളോട്, ഭായും ഫായും എന്ന് പറഞ്ഞ 2 അക്ഷരങ്ങളുണ്ട് കേട്ടോ. വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്താൽ മതി, അല്ലെ മുമ്പിലിരിക്കുന്ന ഒരു നനയും. എന്താണ് ശിക്ഷണവും ശിക്ഷയും തമ്മിലുള്ള വ്യത്യാസം? കേൾക്കട്ടെ. നിങ്ങൾ ക്ഷീണിച്ചെന്ന് തോന്നുന്നു, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞ് പാവങ്ങൾ തളർന്നു. ഇനി ഞാൻ ഒരു മാറ്റി ചോദിക്കാം. അപ്പനും അമ്മയും തല്ലുന്നതിന് നിങ്ങൾ പറയുന്ന പേരെന്താ? തല്ലിയിട്ടുണ്ടോ? ചുണയുണ്ടെ തല്ലട്ടല്ലേ? ഇംഗ്ലീഷിൽ വേണേ പറയാം ഡിസിപ്ലിൻ ആൻഡ് പണിഷ്മെൻറ്റ്. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? നമ്മുടെ അപ്പനും അമ്മയും നമ്മളെ തല്ലുന്നതിന് നമ്മൾ എന്തെന്ന് പറയും? പിന്നെ പോട്ടെ, പറ. ശിക്ഷണം. പോലീസുകാർ തല്ലുന്നതിന് എന്തോ പറയും? രണ്ടും തല്ലല്ലേ? രണ്ടിടത്തും അടിക്കുമ്പോൾ എന്തു ചെയ്യും? പോലീസുകാർ ചൂരലുകൊണ്ട് തല്ലിയാലും നമുക്ക് നോവും, അപ്പനും അമ്മയും തല്ലിയാലും നോവും. 2 പേരും തല്ലുമ്പോൾ വേദനയുണ്ട്. പക്ഷേ നമ്മൾ രണ്ടിനും പറയുന്നത് 2 പേരാ. എന്താ വ്യത്യാസം? പറ. ഞങ്ങളുടെ അവിടെ ഒരു ആട്ടമ്മച്ചിയുണ്ട്. ഉത്തരം അറിയത്തില്ല. അപ്പം നമ്മൾ എന്ത് വിചാരിക്കും? ഇപ്പം പക്ഷേ കുറേ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ പല്ല് അമ്മച്ചി ഫിക്സ് ചെയ്യുക, ഇളക്കിയിരിക്കുക. അപ്പം നമ്മുടെ വിചാരം എന്താ? ഇപ്പം പറഞ്ഞ എന്താ വ്യത്യാസം? പോലീസുകാർ തല്ലുമ്പോഴും നോവും, അപ്പനും അമ്മയും തല്ലുമ്പോഴും നോവും. പക്ഷേ ഒന്നിന് നമ്മൾ ഡിസിപ്ലിനിങ് എന്നും മറ്റേതിന് പണിഷ്മെൻ്റ് എന്ന് പറയും. ഒന്നിന് ശിക്ഷയെന്നും മറ്റേതിന് ശിക്ഷണമെന്നും പറയും. ഈ സെക്രട്ടേറിയറ്റിലും അവിടെ ഇവിടെയൊക്കെ ഈ ധർണയൊക്കെ നടത്തുമ്പം അക്രമാസക്തമായ പോലീസുകാർ തല്ലി ഓടിക്കും. പോലീസുകാർ നിങ്ങളെ തല്ലി ഓടിക്കുന്നത്, അല്ലെങ്കിൽ സമരക്കാരെ തല്ലി ഓടിക്കുന്നത് നമ്മളെല്ലാം ക്രിസ്തുവിൽ പുതുസൃഷ്ടി ആവണമെന്ന് വിചാരിച്ചിട്ടാണോ? ആണോ? നമ്മൾ നന്നാവണം, ഇവൻ മാനസാന്തരപ്പെട്ട് കൊള്ളാവുന്ന പൗരനായി ജീവിക്കണം എന്ന് വിചാരിച്ചിട്ടാണോ പോലീസുകാർ നമ്മളെ തല്ലുന്നത്? പക്ഷെ അപ്പനും അമ്മയും തല്ലുമ്പോഴോ? കാരണം 2 പേരും തല്ലും, 2 പേര് തല്ലുമ്പോഴും വേദനിക്കും. പക്ഷേ 2 പേരുടെയും തല്ലിൻ്റെ ഉദ്ദേശ്യം വേറെ വേറെയാണ്. പോലീസുകാർ തല്ലുന്നത് അവിടെ നിൽക്കുന്ന ആൾക്കൂട്ടത്തെ ഡിസ്മിസ് ചെയ്യാനാണ്, പിരിച്ചുവിടാൻ വേണ്ടിയാണ്. പക്ഷെ അപ്പനും അമ്മയും തല്ലുന്നത് നമ്മൾ ആരാവാൻ വേണ്ടിയാ? നമ്മൾ കുറെ കൂടെ നന്നാവാൻ വേണ്ടി. അപ്പോൾ നന്നാവണം എന്ന ലക്ഷ്യത്തോടു കൂടെ ഉണ്ടാകുന്ന വേദനയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ശിക്ഷണം. അപ്പോൾ ദൈവം നമ്മളെ, അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പറയുന്നത് ദൈവം നമ്മളെ ശിക്ഷിക്കുന്നില്ല, ശിക്ഷിച്ചു വളർത്തുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു മനുഷ്യൻ തൻ്റെ മകനെ എങ്ങനെയാണോ ശിക്ഷിച്ചു വളർത്തുന്നത് അതുപോലെയാണ് ആര്? ദൈവം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ മിക്കവാറും രാവിലെ വട്ടയപ്പമാണ്. മനസ്സിലായി? വട്ടയപ്പം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അത് ഒരു പാത്രത്തിൻ്റെ അകത്തോട്ട് ഇതങ്ങ് ഒഴിക്കും, ആവിക്ക് വെച്ച് അങ്ങ് പുഴുങ്ങിയിട്ട് അത് വിറക് കീറുന്ന പോലെ 5-6 എണ്ണമായിട്ട് കീറി അവിടെ വെക്കും. മിക്കവാറും വട്ടയപ്പമാണ് ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ഒന്നാമത് ഇഷ്ടമല്ല. 2, ഇതിന് ഈ വട്ടയപ്പത്തിൻ്റെ സൈഡിലൊരു സാധനമുണ്ടല്ലോ, നമ്മൾ ഈ ബ്രെഡിൻ്റെയൊക്കെ സൈഡിൽ നമ്മൾ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ അതങ്ങ് കളയുമല്ലോ, അതൊരു സുമാറില്ലാത്ത സാധനം.
അപ്പോൾ എന്തു ചെയ്യും? അത് പറിച്ച് കളയും. അപ്പം എന്നോട് രാവിലെ അമ്മ പറഞ്ഞു, വട്ടയപ്പം പുഴുങ്ങി അവിടെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, വിഴുങ്ങിയേച്ച് പോകാൻ പറഞ്ഞു സ്കൂളിൽ. കാരണം പോയിട്ടും വലിയ കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മ പറഞ്ഞത് നീ വിഴുങ്ങിയേച്ച് പോകാൻ പറഞ്ഞു. അപ്പം വട്ടയപ്പമൊക്കെ എടുത്തു. ഞാനും അനിയനും കൂടെ മേശയുടെ അപ്പുറത്തും ഇപ്പുറത്ത് ഇരുന്ന് ഇതെടുത്തു. അപ്പോൾ ഇതിൻ്റെ സൈഡിലത്തെ ഈ സൂത്രം ഉണ്ടല്ലോ, അതെന്ത് ചെയ്യണം? കൊള്ളത്തില്ല. പക്ഷേ ഇത് കളയാൻ എന്താ വഴി? അപ്പം ഞാനിത് പെതുക്കെ സൈഡെല്ലാം പറിച്ച് എടുത്ത് പെതുക്കെ മേശയുടെ താഴോട്ടങ്ങിട്ടു. അപ്പം കളഞ്ഞത് ഒന്നിൽ അവനാവാം, അല്ലെങ്കിൽ ഞാനാവാം. പെതുക്കെ താഴോട്ടിട്ടു. എൻ്റെ കഷ്ടകാലത്തിന് ആ തള്ള അന്നാരപ്പം ചൂലും കൊണ്ട് അതുവഴി തൂക്കാനായിട്ട് വന്നു. അപ്പം ഇങ്ങനെ തൂത്ത് നോക്കിയപ്പം കുറച്ച് വെള്ളപ്പൊടി താഴെ കിടക്കും. എന്തുവാടാ അത്? ഞാൻ പറഞ്ഞു വട്ടയപ്പത്തിൻ്റെ പന്നപ്പൊടിയാന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ആ ചൂല് തിരിച്ച് പിടിച്ച് മുതുകിന് ഒരൊറ്റ കീറിയിട്ട് ചോദിച്ചു, വട്ടയപ്പത്തിന് എവിടാടാ പന്നപ്പൊടി? നല്ല വേദനയുണ്ടായിരുന്നു. അന്ന് ഞാൻ സ്കെച്ച് ചെയ്തതാ. അതുകൊണ്ട് ഗുണമുണ്ടായി. ഇപ്പോഴും വട്ടയപ്പം എടുക്കുമ്പം കുർബാനയപ്പം എടുക്കുന്ന പോലെ എന്താ ബഹുമാനം എന്നറിയോ അല്ലേ? കാര്യം എന്താ? ആ തള്ള എന്നെ എന്ത് ചെയ്തു? മുതുകത്തടിച്ചു. എന്നിട്ട് പറഞ്ഞു വട്ടയപ്പത്തിന് എന്തില്ല. എന്നെ അടിച്ചത് ഞാൻ നന്നാവാനാണോ അതോ നശിച്ചു പോകാനാണോ? നന്നാവാനാണ്. അതിൻ്റെ പേരാണ്, നല്ല വേദന ഉണ്ടെങ്കിലും അതിൻ്റെ പേരാണ് എന്ത്? ശിക്ഷണം. ഒരു കഥയോടെ പറയാം. ഇത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഞാനൊരു പോക്ക് കേസാണെന്നല്ലേ. എൻ്റെ അപ്പൻ പട്ടാളത്തിലായിരുന്നു. അപ്പോൾ രാജസ്ഥാനിൽ അന്ന് എൻ്റെ ഉദയ്പൂരിൽ എൻ്റെ ഫാദറുള്ള സമയത്ത്, അപ്പം 2 മാസത്തെ അവധിക്ക് ഞാൻ അവിടെ ചെന്നു. 3-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന സമയം. അപ്പോൾ വൈകുന്നേരത്ത് പതുക്കെ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളുടെ ഈ മിലിറ്ററി ക്വാർട്ടേഴ്സിനോട് ചേർന്ന് കുറച്ച് ഇങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ, ഇങ്ങനെ ചെറിയ ഇത്രയും വലിപ്പത്തിലൊക്കെയുള്ള സാധനം എന്തോ പണിത് വെച്ചിട്ടുണ്ട്. ഇത്രയും ഹൈറ്റൊക്കെ ഉള്ളൂ. അത് വെള്ള പെയിൻ്റൊക്കെ അടിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പുറത്തെല്ലാം 10 പൈസയും, അന്ന് 5 പൈസയ്ക്കും 10 പൈസയ്ക്കും ഒക്കെ നല്ല വിലയുള്ള, ഇതിൻ്റെ പുറത്തെല്ലാം 5 പൈസയും 10 പൈസയൊക്കെ ഇരിക്കും. അപ്പം ഞാൻ ഇതുവഴി പോയപ്പോൾ നോക്കിയപ്പം പല ഈ സൂത്രങ്ങളുടെ മുകളിലും 5 പൈസയും 10 പൈസയൊക്കെ ഇരിക്കും. അപ്പം ഞാൻ ഒരു നിഷ്കളങ്കതയിൽ വിചാരിച്ചു, ഈ പൈസ ഇവിടെ വെയിൽ കൊണ്ട് കളയണ്ടെന്ന്, പൈസയല്ലേ. ഞാനതെന്ത് ചെയ്തു, അവിടെയുള്ള 5 പൈസയും 10 പൈസയും എല്ലാം പെറുക്കി എൻ്റെ 2 നിക്കറിൻ്റെ പോക്കറ്റിലും നിറച്ചു. എനിക്കപ്പോഴും ഒരു കുറ്റബോധമോ പാപബോധമോ ഇല്ല. ഞാനൊരു പുണ്യപ്രവൃത്തി ചെയ്തതായിട്ടാണ്. കാരണം ഈ നാണയം അവിടെ കിടന്ന് വെയിൽ കൊണ്ടുപോകുന്നത് നഷ്ടം, എല്ലാം പെറുക്കി പോകാൻ. അപ്പം ഞാൻ വീട്ടിലോട്ട് കയറിയപ്പം നമ്മുടെ മണിച്ചിത്രത്താഴിലെ ഗംഗ നടക്കുന്ന പോലെ ജിൽ ജിൽ എന്നൊരു, അപ്പം എൻ്റെ അമ്മ മീൻ വെട്ടിക്കൊണ്ടിരിക്കുക. നീയോ? എൻ്റെ പോക്കറ്റ് എന്തോ? ഞാൻ പറഞ്ഞു ഒന്നുമില്ല. ആ പോക്കറ്റ് കിടക്കുന്നത് ഇങ്ങോട്ട് എടുത്തു. ഇതെന്തുവാ? ഞാൻ പറഞ്ഞു അവിടെ കുറേ പൈസ ഇങ്ങനെ വെയിൽ കൊണ്ട് അവിടെ കിടക്കുന്നു. ഇപ്പം 2-ാം ക്ലാസ്സിലൊക്കെ ഈ തള്ള ഉടനെ ആ പിച്ചാത്തി പിടിച്ച് ഒരൊറ്റ കീച്ചാണ് എൻ്റെ കാലിൻ്റെ ഇവിടോട്ട്. എന്നിട്ട് പറഞ്ഞ് ഈ പൈസ കൊണ്ട് വേഗം അവിടെ കൊണ്ടിടാം. പിന്നെ എനിക്ക് മനസ്സിലായി ഇതൊക്കെ കല്ലറയാണെന്നും അതിൻ്റെ മുകളിലൊക്കെ ആളുകൾ പൈസ ഇടുന്നതാണെന്നും ഇത് വെയിൽ കൊള്ളാൻ ഇട്ടിരിക്കുന്നതല്ല എന്നും എനിക്ക് മനസ്സിലായി. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ഏത് പൈസ എവിടെ കിടന്ന് വെയിൽ കൊണ്ടാലും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, അന്ന് എൻ്റെ അമ്മ പിച്ചാത്തി കൊണ്ട് എന്നെ തല്ലി എന്നെ ആ പൈസ കൊണ്ട് തിരിച്ചവിടെ കൊണ്ട് ഇടിയിച്ചില്ലായിരുന്നെങ്കിൽ സ്തോത്രകാഴ്ച സഞ്ചി കാണുമ്പോൾ എനിക്ക് എന്ത് തോന്നിയേനെ? വെറുതെ ഈ സഞ്ചിക്കകത്ത് കിടന്നത് വെറുതെ. അപ്പം എൻ്റെ അമ്മ എന്നെ തല്ലിയത് ശിക്ഷയാണോ ശിക്ഷണമാണോ? കാരണം വേദനയുണ്ട്, പക്ഷേ ആ വേദനയുടെ പിന്നിൽ ഒരു സ്നേഹമുണ്ട്. ദൈവം നമ്മളെ ശിക്ഷിക്കുന്നുവെന്ന് ആരും പറയരുത്. കാരണം ഒരു മനുഷ്യനും നശിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. നമുക്ക് രോഗങ്ങൾ വരാം,
സാമ്പത്തിക നഷ്ടങ്ങൾ വരാം, സഹിക്കാനാവാത്തതായ സങ്കടങ്ങൾ വരാം. അതൊക്കെ വരുമ്പം ദൈവം എന്നെ ശിക്ഷിക്കുന്നുവെന്ന് പറയരുത്. കാരണം വേദനയാണെങ്കിൽ പോലും അതൊന്നും നമ്മൾ നശിക്കാൻ വേണ്ടിയല്ല. ഒരു അപ്പൻ തൻ്റെ മകനെ ശിക്ഷിച്ച് വളർത്തുന്നത് പോലെ. അതുകൊണ്ട് ദൈവം തരുന്നതായ സങ്കടങ്ങളും വേദനകളും അതൊരിക്കലും ശിക്ഷയാണെന്ന് പറയരുത്. പിന്നെ അതെന്താണ്? അത് ശിക്ഷണമാണെന്ന് പറയണം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. റെക്കൺസിലിയേഷൻ വിത്ത് ടൈം, സമയത്തോടുള്ള അനുരഞ്ജനം. ദൈവത്തിന് ദൈവത്തിൻ്റെതായ ഒരു സമയമാണ്. ഈ സമയത്തോട് ലോകപ്രകാരമുള്ള സമയത്തിൽ ജീവിക്കുന്ന നമുക്ക് അനുരഞ്ജനപ്പെടണമെങ്കിൽ ദൈവം എന്തുകൊണ്ടാണ് സമയമെടുക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. Why God takes so much of time to shape me? ഇത് കുറച്ചുകൂടെ വേഗത്തിൽ ചെയ്തുകൂടെ? എന്തിനാ ദൈവത്തിന് ഇത്രയും സമയം? ഈസ് ഹി വേസ്റ്റിംഗ് ടൈം? അല്ല. കലണ്ടർ അനുസരിച്ചുള്ള സമയത്തിൽ ജീവിക്കുന്ന നമുക്ക് ദൈവത്തിൻ്റെ സമയവുമായി അനുരഞ്ജനപ്പെടണമെങ്കിൽ ദൈവം എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത്രയധികം സമയമെടുക്കുന്നു എന്ന് നാം അറിയണം. ഒന്ന്, ദൈവം എന്തിനാണ് ഇത് ചെയ്യുന്നത്? അടിമകളായിരിക്കുന്ന നമ്മളെ ദൈവജനമാക്കി രൂപപ്പെടുത്താനാണ്. നമ്മുടെ മനസ്സിൽ ഇപ്പോഴുള്ളതെല്ലാം ഒരടിമയുടെ മനസ്സാണ്. അത് മാറി ദൈവമക്കളുടെ മനസ്സ്, ദൈവമക്കളുടെ ശരീരഭാഷ ഉണ്ടാവണം. അതുകൊണ്ട് ദൈവം 40 വർഷമെടുത്തു. എന്നിട്ട് അവരെ 5 കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. അവരോട് പറയുന്ന ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഈ ചെയ്തതൊക്കെ എന്തിനാണ്? നിങ്ങളെ താഴ്ത്താനാണ്. നിങ്ങളെ താഴ്ത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ തകർക്കുക എന്നതല്ല എൻ്റെ ഉദ്ദേശം. മറിച്ച് നിങ്ങളുടെ ഇപ്പോഴത്തെ താഴ്മ അടിമകളുടെ താഴ്മയാണ്. അത് മാറി മക്കൾക്ക് ചേർന്ന ഒരു താഴ്മ. എങ്ങനെയാണോ മാതാപിതാക്കളുടെ മുൻപിൽ മക്കൾ താഴ്മയോടെ ജീവിക്കുന്നത്, അത്തരം താഴ്മയാണ്. അല്ലാതെ ജന്മിയുടെ മുമ്പിൽ കുടിയാൻ്റെ താഴ്മയല്ല ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത് നമ്മൾ പറഞ്ഞൊരു കാര്യം, നമ്മുടെ ഹൃദയത്തിലിരിക്കുന്നത് എന്താണെന്നറിയണം. ടു നോ വാട്ട് ഈസ് ഇൻ അവർ ഹാർട്ട്. നമ്മുടെ ഹൃദയം അതിനെന്ത് വേണം? എല്ലാം അനുകൂലമാകുമ്പോഴല്ല, പ്രതികൂല സാഹചര്യങ്ങളിലാണ് നമ്മുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് അറിയുന്നത്. അത് ദൈവത്തിന് അറിയാൻ മേലാഞ്ഞിട്ടല്ല, നമ്മുടെ നിരൂപണങ്ങളൊക്കെ അറിയാം. പക്ഷേ ഇതൊക്കെയാണ് നമ്മളെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനാണ് ദൈവം കഷ്ടതകളിലൂടെ നമ്മെ കടത്തി. മൂന്നാമത് പറഞ്ഞത് ടു ടെസ്റ്റ് യു. ചില പരീക്ഷകളിലൂടെ അവൻ നമ്മളെ കടത്തിവിടുന്നു. എന്തിനാണെന്നറിയാമോ? നമ്മുടെ സ്പിരിച്വൽ ഫിറ്റ്നസ് എന്താണെന്നറിയാൻ, ആത്മീയമായി നാം എത്രത്തോളം ആഴമുള്ളവരാണ്, വേരുള്ളവരാണ് എന്നറിയാൻ. നാലാമത്, മരുഭൂമിയിൽ ദൈവം അവരെ പഠിപ്പിച്ച പാഠം, മനുഷ്യജീവിതത്തിൽ അപ്പം വേണം, പക്ഷേ അപ്പത്തേക്കാൾ വലിയത് അപ്പനാണ്. ഏറ്റവും അവസാനം, സങ്കടങ്ങളും വേദനകളും രോഗങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ മറന്നു പോകരുത് ഒരു കാര്യം. അതെന്താണ്? നമ്മളെ ദൈവം ശിക്ഷിക്കുന്നുവെന്ന് ആരും പറയരുത്. സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കാം, സഹിക്കാൻ പറ്റാത്ത രോഗമായിരിക്കാം. പക്ഷേ വേദപുസ്തകം പറയുന്നു, ഈ വേദനയൊക്കെ വരുമ്പോൾ ശിക്ഷിക്കുന്നു എന്ന് പറയരുത്. ഇതെല്ലാം ശിക്ഷണമാണ്. അതുകൊണ്ടാണ് അധികം ഫലം കായ്ക്കേണ്ടതിന് അവൻ നമ്മളെ ചെത്തി വെടിപ്പാക്കുന്നു. അതുകൊണ്ട് പ്രൂണിംഗ് ആണ്. നമുക്കത് വളരെ പണിഷ്മെൻ്റ് ആണെന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അത് പണിഷ്മെൻ്റ് അല്ല, അത് പ്രൂണിംഗ് ആണ്. സോ ദാറ്റ് യു വിൽ ബെയർ മോർ ഫ്രൂട്ട്. നമ്മൾ ഒറ്റ വിഷയമാണ് ഈ ഇന്നലെയും ഇന്നുമായി പറയാൻ ശ്രമിച്ചത്. നമ്മുടെ എല്ലാവരുടെയും പരാതി, നമ്മുടെ എല്ലാവരുടെയും പരിഭവം എന്ന് പറയുന്നത്, ദൈവം എന്താ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാത്തേ? കഴിവില്ലാഞ്ഞിട്ടാണോ? ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാണോ? അവസരങ്ങളില്ലാഞ്ഞിട്ടാണോ? ചെയ്യുന്നതൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ജോലിക്ക് അപേക്ഷിക്കുന്നു, ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുന്നു, ചെയ്യുന്നതൊന്നും ശരിയാവുന്നു.
വല്ലാതെ താമസിക്കുന്നല്ലോ. ഇതിനേക്കാൾ എത്രയോ വേഗത്തിൽ എനിക്ക് പല കാര്യങ്ങളും നേടാൻ കഴിയും. എന്താ ഇത്രയും താമസം? ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മുടെ സമയത്തല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവത്തിന് ദൈവത്തിൻ്റെതായ ഒരു സമയമുണ്ട്. ദൈവത്തിൻ്റെ സമയമെന്നത് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ലക്ഷ്യമെന്താണ് എന്നനുസരിച്ചാണ്. അതുകൊണ്ടാണ് സെക്കറിയാവിനും എലിസബത്തിനും വാർദ്ധക്യത്തിൽ ഒരു മകനെ പ്രസവിച്ചത്. വളരെ വൈകി, പക്ഷേ അവർക്ക് ചെറുപ്പത്തിൽ ഒരു മകനെ വേണം. പക്ഷെ ദൈവത്തിന് അവരെക്കുറിച്ചുള്ള ലക്ഷ്യമെന്നത് അവർക്ക് ജനിക്കുന്ന മകൻ എപ്പോഴെങ്കിലും ജനിക്കേണ്ടവനല്ല, അവർക്ക് ജനിക്കേണ്ട മകൻ മശിഹായിക്ക് വഴിയൊരുക്കുന്നവനായിരിക്കണം. യേശുവിന് മുൻഗാമിയായിട്ടായിരിക്കണം സെഖരിയാവിൻ്റെയും എലിസബത്തിൻ്റെയും മകൻ പിറക്കേണ്ടത്. അതുകൊണ്ട് ജോലി കിട്ടാൻ താമസിക്കുമ്പോൾ, മക്കൾ ലഭിക്കാൻ താമസിക്കുമ്പോൾ, പ്രമോഷൻ ലഭിക്കാൻ വൈകുമ്പോൾ, കല്യാണം നടക്കാതെ വരുമ്പോൾ, ലോണ് ശരിയാകാതെ വരുമ്പോൾ ഒക്കെ നമ്മൾ ചോദിക്കും, എന്താ ദൈവം താമസിക്കുന്നത്? ദൈവം താമസിക്കുന്നത് ദൈവം നിങ്ങളെ മറന്നതുകൊണ്ടല്ല, ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വലിയ താല്പര്യങ്ങളാണുള്ളത്. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം നിറവേറുന്നതിനനുസരിച്ചുള്ള സമയത്താണ് ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സമയവുമായി അനുരഞ്ജനപ്പെടാം. അതാണ് അർത്ഥവത്തായ ക്രിസ്തീയ ജീവിതം. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്കൊരുങ്ങാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ തുറന്ന് നാം ഇന്ന് കേട്ട വചനം, ഇന്നും ഇന്നലെയും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം, അതിൻ്റെ ആഴത്തിലും അതിൻ്റെ അർത്ഥത്തിലും അതിൻ്റെ വ്യാപ്തിയിലും കേൾക്കുവാനായിട്ടിടയായി. കർത്താവേ, സമയത്തിൻ്റെ അനുരഞ്ജനം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് ഇന്നലെയും ഇന്നും തിരുവചനത്തിലൂടെ ഞങ്ങൾക്ക് കേൾക്കാനായിട്ടിടയായി. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലും ചില മാറ്റപ്പെടലുകൾ, രൂപാന്തരങ്ങൾ ഉണ്ടാകുവാൻ സഹായിക്കണമേ. ദൈവസന്നിധിയിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്താം. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്കൊരുങ്ങാം. പ്രിയപ്പെട്ട അനിയച്ചാൻ പ്രാർത്ഥിക്കും. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗപിതാവേ, കൺവെൻഷൻ്റെ അവസാന രാത്രിയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിനായി സ്തോത്രം. കഴിഞ്ഞ രാത്രി വ്യാപരിച്ച ദൈവത്തിൻ്റെ കൃപ ഇന്ന് രാത്രി വ്യാപരിച്ചതിനായി സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രി കർത്താവെ ഞങ്ങൾക്ക് വചനം തന്നു. ദൈവമേ, ഈ രാത്രി ഞങ്ങൾ വചനം കേട്ടു. കർത്താവെ, കഴിഞ്ഞ രാത്രി തുടർച്ചയായിട്ട് ഞങ്ങൾ ഇന്നും വചനം കേൾക്കുകയാണല്ലോ. കർത്താവെ, 40 വർഷക്കാലം ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ ദൈവം നടത്തിയത് എന്തിനാണെന്ന് കർത്താവെ ഞങ്ങളെ കേൾപ്പിച്ചതിനായി നന്ദിയോടെ കർത്താവെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ കനാലിൽ പ്രവേശിക്കുമ്പോൾ ഞങ്ങൾ അടിമകളായിട്ടല്ല ദൈവമക്കളായി പ്രവേശിക്കണമെന്ന് ഞങ്ങളെ കേൾപ്പിച്ച ദൈവമേ, അതിന് കർത്താവെ ഞങ്ങളെ ഒന്ന് താഴ്ത്തി എന്ന് കർത്താവ്. ഹല്ലേലൂയ. ആ താഴ്മ എന്താണ് ഞങ്ങളെ കേൾപ്പിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. അടിമകളായി ഞങ്ങൾ താഴ്ന്നു നിൽക്കാനല്ല, ദൈവമക്കളായി കർത്താവെ ദൈവത്തിനുമ്പിൽ വിനയത്തോടെ നിൽക്കുന്ന കേൾപ്പിച്ചതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന ദൈവമേ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് കർത്താവെ ഈ 40 വർഷം എടുത്തതെന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, കഷ്ടങ്ങളൊക്കെ വരുമ്പോൾ കർത്താവെ ഞങ്ങൾ ദൈവമക്കളെന്ന് അഭിമാനിക്കുന്നുവെങ്കിലും ഞങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന കർത്താവെ ഞങ്ങൾ പിറുപിറുക്കുന്നവരാണെന്ന് കേൾപ്പിച്ചതിനായി നന്ദിയോടെ കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. 3 ഞങ്ങളെ കേൾപ്പിച്ച് കർത്താവെ ഞങ്ങളുടെ വിശ്വാസം എങ്ങനെയുണ്ട് എന്ന് ഞങ്ങളുടെ മാറ്റുരയ്ക്കുന്നതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. ഞങ്ങൾ വിശ്വാസിന്ന് അഭിമാനിക്കുന്നതിൽ കർത്താവെ സങ്കടങ്ങളും പ്രയാസങ്ങളും കഷ്ടങ്ങളും ജീവിതത്തിൻ്റെ വഴി അടയുമ്പോൾ കർത്താവെ ഞങ്ങളുടെ വിശ്വാസ കർത്താവെ അത് മാറ്റമുണ്ടാകും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ വിശ്വാസം ഇരിക്കുന്നുവെന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പിന്ന് കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ചതിനായി കർത്താവ്
കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ. കർത്താവേ അപ്പമല്ല വലുത്, അപ്പനാണ് വലുത് ഞങ്ങൾ കേൾപ്പിച്ചായി സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾ അപ്പത്തിൻ്റെ പുറകെ പോകുന്നവരല്ല, അപ്പൻ്റെ പിന്നാലെ പോകുന്ന, അതാണ് മാനസം കേൾപ്പിച്ചനായി ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു കർത്താവേ. അപ്പം ഞങ്ങൾക്ക് ആവശ്യമാണെങ്കിലും അപ്പനാണ് വലുത് കർത്താവേ. അതിനേക്കാൾ ഉപരി കേൾപ്പിച്ച് കർത്താവേ, അപ്പൻ മകനെ ശിക്ഷിച്ച് വളർത്തുന്ന പോലെ കർത്താവേ ശിക്ഷയുണ്ട്, ശിക്ഷണമുണ്ട് കർത്താവേ. എന്നാൽ ഞങ്ങളെ ശിക്ഷണത്തിൽ വളർത്തുന്ന ദൈവമേ, ഞങ്ങൾ വളരാനാണ് കേൾപ്പിച്ചനായി, ഞങ്ങൾ നന്നാവാൻ കേൾപ്പിച്ചനായി, ദൈവം ആഗ്രഹിക്കുന്ന രൂപത്തിൽ ഞങ്ങൾ വരാൻ വേണ്ടിയാണെന്ന് കർത്താവേ ഈ രാത്രി കേൾപ്പിച്ചനായി ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു കർത്താവേ. അതുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ രോഗത്തിന് സൗഖ്യം താമസിക്കുന്നത്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് കർത്താവേ അത് താമസിക്കുന്നത് കർത്താവേ, ഞങ്ങൾക്കൊരു ഭവനം താമസിക്കുന്നു കർത്താവേ, ഞങ്ങൾ ഇവിടുത്തെ എന്തോ താമസിക്കുന്നുവോ അത് ഞങ്ങളുടെ സമയത്തിനല്ല, ദൈവത്തിന്റെ സമയത്തിനാണെന്ന് കർത്താവേ. അതുവരെ ഞങ്ങൾ കാത്തിരിക്കുന്ന അവസ്ഥ കർത്താവേ കേൾപ്പച്ചനായി സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് രാത്രി വചനം കേട്ട് ആരും കർത്താവേ ദൈവമേ കർത്താവേ അത് വൃഥായി കളയാതെ അത് ഹൃദയത്തിൽ ഏറ്റുവാങ്ങി കർത്താവേ ആ വചനത്തെ അനുസരിച്ച് ജീവിച്ച് കർത്താവേ കർത്താവേ ക്ഷമയോടെ കാത്തുപിടിക്കാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ അച്ഛനെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് കർത്താവേ. കർത്താവേ വിവിധ തലങ്ങളിൽ ഞങ്ങളെ കൊണ്ടുപോയി, ആഴത്തിലേക്ക് ഞങ്ങളെ ഇറക്കി കർത്താവേ, വിവിധ ആശയങ്ങളിലൂടെ കർത്താവേ ദൈവം ഞങ്ങളെ ഉറപ്പിച്ചനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. അച്ഛനെ അതിമായി ബലപ്പെടുത്തി ശക്തീകരിച്ച് കർത്താവിന്റെ കൃപയിൽ കർത്താവേ ഒരു നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ദിവസങ്ങൾ ഒന്നിച്ചായിരുന്നു കർത്താവേ, ഞങ്ങൾക്ക് മഹത്വം വേണ്ട, അങ്ങയുടെ നാമത്തോടെയാണ് കർത്താവേ. ഈ കൺവെൻഷനുകൾ വന്നുകൊണ്ടല്ല കർത്താവേ, ഞങ്ങളുടെ കർത്താവേ 57ാമത്തെ കൺവെൻഷനിൽ ഞങ്ങൾ ഒരുങ്ങി വന്ന് കർത്താവേ, ഞങ്ങൾ പാടിയതും പ്രാർത്ഥിച്ചതും ഞങ്ങൾ വചനം കേട്ട് ആരാധിച്ച എല്ലാം കർത്താവേ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ കർത്താവേ, ഞങ്ങൾക്കൊരു മാറ്റമുണ്ടാകണം, ഞങ്ങൾക്കൊരു പുതുക്കമുണ്ടാകണം, ഞങ്ങൾ ആകേണ്ടവരായിത്തീരുവാൻ കർത്താവേ, ഇടവയായിട്ടൊരു മാറ്റമുണ്ടാകണം, കുടുംബമായൊരു മാറ്റമുണ്ടാകണം കർത്താവേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ചുറ്റുപാടും ദേശമായിട്ട് ഒരു മാറ്റമുണ്ടായി കർത്താവ് ഇവിടെയാണ് പ്രാർത്ഥിക്കുന്നത് കർത്താവ്. സ്തുതം ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ഐസകുര്യനെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ. നിരാത്രി ഒരുമിച്ചായിരിക്കാൻ അച്ഛന് താല്പര്യത്തോർത്ത് സ്തോത്രം. ചില കുടുംബമായ കർത്താവ് അനുഗ്രഹിച്ചാട്ട് ഞങ്ങളുടെ ഐസകത്തിനെയും കരങ്ങളിൽ സമർപ്പിക്കുകയാണ് കർത്താവെ. നീ മാനിക്കുന്നതോട് സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ പാടിയ കൊയറങ്ങളെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവയുടെ കമ്മിറ്റിക്കാരെ, ചുമലക്കാരെ, ഞങ്ങളുടെ മാതാപിതാക്കളെ, പ്രാർത്ഥിച്ചവരെ, സഹായിച്ചവരെ എല്ലാം ഞങ്ങൾ കരങ്ങളെ കേൾപ്പിക്കുകയാണ് കർത്താവേ. നിരാത്രി കർത്താവ് ഭവനത്തിൽ വനം കേട്ട മക്കൾ, വഴിത്തേക്ക് വനം കേട്ട മക്കൾ, ആലയത്തിന് പുറത്തിരുന്ന് അകത്തിരുന്ന മക്കളെ എല്ലാവരും ഒരുപോലെ അനുഗ്രഹം പ്രാപിച്ചു കർത്താവേ. ഈ രാത്രി ശക്തിയോടും ബലത്തോടും മുതക്കത്തോടും ഞങ്ങളെ മടക്കി അയച്ചാട് കർത്താവേ. കർത്താവ് അങ്ങനെ ചെയ്യുന്നോണ്ട് സ്തോത്രം. മഹത്വമെല്ലാം അങ്ങ് എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ.